ഓക്കെ, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്രിക്ക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോൺ ആണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ബിൽഡിംഗ് മെറ്റീരിയലാണ് ബ്രിക്ക്. ബ്രിക്ക് എന്ന് പറയുന്നത് ഒരു ക്ലേ പ്രോഡക്റ്റ് ആണ്. ക്ലേ വെച്ചാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ക്ലേ തന്നെ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലേയുടെ രണ്ട് ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടി കൊണ്ടാണ്. ഒന്ന് ടെനാസിറ്റി, രണ്ടെന്ന് പറയുന്നത് പ്ലാസ്റ്റിസിറ്റി. ബ്രിക്കിൻ്റെ ടെനാസിറ്റി, പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് റീസൺ കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടീസ് കൊണ്ടാണ് നമുക്ക് ബ്രിക്ക് നിർമ്മിക്കാൻ ക്ലേ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഓക്കെ, അതിൽ ടെനാസിറ്റി എന്തെന്നാൽ ഈ ടെനാസിറ്റി എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഫോഴ്സ്, അതായത് ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഫ്രാക്ചർ ആവാതിരിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി, അതിനാണ് നമ്മൾ ടെനാസിറ്റി എന്ന് പറയുന്നത്. രണ്ട് പ്ലാസ്റ്റിസിറ്റി നമ്മൾ മെക്കാനിക്സിലും പഠിച്ചിട്ടുണ്ട്. എന്താണ്? ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു അണ്ടർഗോ ഹ്യൂജ് ഡിഫോർമേഷൻ അണ്ടർ എ ലോഡ് ആൻഡ് ഇറ്റ് വോണ്ട് കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ഓൺ റീഗെയിൻ ഓഫ് ഇറ്റ്സ് ഫോഴ്സ്, അല്ലെങ്കിൽ ഓൺ റിമൂവൽ ഓഫ് ഇറ്റ്സ് ഫോഴ്സ്. അതായത് ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, തിരിച്ച് അതിൻ്റെ ഷേപ്പ് വരത്തില്ല. നമ്മൾ സ്ട്രെയിൻ കർവ് വരയ്ക്കുമ്പോൾ ഒരു പാരലൽ പോർഷൻ കാണാം, സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ ഒരു പോർഷൻ, അതാണ് നമ്മുടെ പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അതായത് പിന്നെ നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്ത് എന്ത് ചെയ്തില്ല, തിരിച്ചു വരത്തില്ല. അപ്പോൾ അതേപോലെയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇതിനെ ഷേപ്പ് ചെയ്യാം. ഇപ്പം നമ്മൾ മോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുന്നത് പ്ലാസ്റ്റിസിറ്റി ഉണ്ടായതുകൊണ്ടാണ്. ഇലാസ്റ്റിസിറ്റി ആയിരുന്നു എന്ത് ചെയ്തേനെ, തിരിച്ചു വന്നേനെ. അപ്പോൾ നമ്മളത് മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്, പറയേണ്ട കാര്യമില്ല. എന്നാലും പറയാം, മാലിബിലിറ്റി, അടിച്ച് പരത്തും. നമ്മൾ മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, തിൻ ഷീറ്റായിട്ട് അടിച്ച് പരത്താൻ പറ്റുന്നതാണ്. അപ്പോൾ തിൻ ഷീറ്റായിട്ട് അടിച്ച് പരത്തണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്, പ്ലാസ്റ്റിസിറ്റി. ഇവിടെ ഇമ്പോർട്ടൻ്റ് ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്ലാസ്റ്റിസിറ്റിയാണ് കാണുന്നത്. കാരണം പ്ലാസ്റ്റിസിറ്റി ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിനെ ഹ്യൂജ്, അതായത് നമുക്കതിനെ മോൾഡ് ചെയ്ത് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി എന്താണ്? ക്വാളിറ്റി ഓഫ് ബീയിങ് ഈസിലി ഷേപ്ഡ്, ക്വാളിറ്റി ഓഫ് ബീയിങ് easily shaped or molded. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാസ്റ്റിസിറ്റി. ടെനാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത്, പ്രോപ്പർട്ടി ടു റെസിസ്റ്റ് ഫ്രാക്ചർ, അല്ലെ? പ്രോപ്പർട്ടി ടു റെസിസ്റ്റ് ഫ്രാക്ചർ അണ്ടർ ടെൻസൈൽ ഫോഴ്സ്. ഇതാണ് നമ്മുടെ എന്ത്, ടെനസിറ്റി. അപ്പൊ ടെനസിറ്റി പ്ലാസ്റ്റിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലേ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, അതായത് ക്ലേ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ബ്രിക്ക് ഉണ്ടാക്കാനുള്ള കാരണം. ടെനസിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി. ഇനി നമ്മൾ ബ്രിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോർഷനിലോട്ട് പോവാണ്, കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ബ്രിക്സ്. കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബ്രിക്ക്. ബ്രിക്കിൽ നമ്മൾ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂവന്റ് പഠിക്കണം. അതിലെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അലൂമിന. ഓക്കെ, അലൂമിന ഉള്ളത് 20 to 30% ആണ് അലൂമിന. സെക്കൻഡ് സിലിക്ക. സിലിക്ക ഉള്ളത് 50 to 60% സിലിക്ക ഉണ്ട്. തേർഡ് വൺ ലൈം. ലൈം എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 5%, അതായത് 5% വരെ വരാം ലൈം. ഓക്കെ, ഫോർത്ത് വൺ ഓക്സൈഡ്സ് ഓഫ് അയൺ. ഓക്സൈഡ്സ് ഓഫ് അയൺ അതെന്ന് പറയുന്നത് 5 to 6%. ദെൻ ഫിഫ്ത്ത് വൺ മഗ്നീഷ്യ. മഗ്നീഷ്യ എന്ന് പറയുന്നത് ഒരു 1%. ഓക്കെ, സിക്സ്ത് വൺ ട്രേസസ് ഓഫ് ആൽക്കലി. അത് എത്ര ശതമാനം ഒന്നും വേണ്ട, കുറച്ച് മതി, 1% പോലും വേണ്ട. ട്രേസസ് ഓഫ് ആൽക്കലീസ്, ഇത്രയാണ് വേണ്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെ പഠിക്കാം നമുക്ക്? അലൂമിന, എ ഫോർ അലൂമിന, എസ് ഫോർ സിലിക്ക ആൻഡ് എൽ ഫോർ ലൈം ആൻഡ് ഒ ഫോർ ഓക്സൈഡ്സ് ഓഫ് അയൺ ആൻഡ് എം ഫോർ മഗ്നീഷ്യ ആൻഡ് ദെൻ ട്രേസസ് ഓഫ് ആൽക്കലീസ്, വിച്ച് മീൻസ് അസ്ലം. അസ്ലം എന്ന് പഠിച്ചാൽ നമുക്ക് എന്ത് പറയാം, എളുപ്പം കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ബ്രിക്ക് പഠിക്കാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ബ്രിക്കിലെ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് ഞാൻ ഈ പറഞ്ഞ അലൂമിന, സിലിക്ക, ലൈം, ഓക്സൈഡ് ഓഫ് അയൺ, മഗ്നീഷ്യ. ദെൻ കുറച്ച് ആൽക്കലിയും വേണം. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റ് എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് പ്രത്യേകതകൾ
എന്തിനൊക്കെയാണ് അത് സഹായിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസ് ഉള്ള ക്ലേ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഈ ഓരോ കോൺസ്റ്റിറ്റ്യുവൻറ്റിൻ്റെയും പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് SSC എക്സാമിനേഷൻ നോക്കിയോ, ഏത് കേരള PSC എക്സാമിനേഷൻ ചോദിക്കോ നോക്കിയാലും ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഈ പെർസെൻറ്റേജ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ സിമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് എടുക്കണം. സിമെൻറ്റ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ലൈമാ, ദെൻ സിലിക്കയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അലൂമിനിയം 20-30 ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും കൂടുതലുള്ള കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? സിലിക്കയാണ്. പക്ഷെ അവിടെ ലൈമായിരുന്നു. അപ്പൊ തിരിഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ അസ്ലം എന്തിനു പഠിച്ച് ബ്രിക്കിന് പഠിച്ചാൽ അവിടെ നിങ്ങൾ വേറെ എന്തെങ്കിലും ലസൈമയെന്നോ അങ്ങനെ എന്തെങ്കിലും പഠിക്കണം. ലസൈമ അങ്ങനെ വേണമെങ്കിലും പഠിച്ചാലും മതി. ലൈമ്, സിലിക്ക, അലൂമിന, പിന്നെ അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ, പിന്നെ അത്രേ ഉള്ളൂ, ആൽക്കലീസ്. അപ്പോൾ അത്രയാണ് നിങ്ങൾ എന്ത് വേണ്ടത്? സിമെന്റ് പഠിക്കേണ്ടത്. അപ്പോൾ സിമെന്റിന്റെ കോൺസ്റ്റന്റിന്റെ സൈഡിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കുന്നത് ഓരോ കോൺസ്റ്റിറ്റ്യുവന്റിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, മെയിൻ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യുവന്റ് 1 അലൂമിനിയം. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യുവന്റ് അലൂമിനയാണ്. അലൂമിന നമുക്കറിയാം 20 to 30% ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഫസ്റ്റ് പോയിന്റ് ചീഫ് ഇൻഗ്രീഡിയന്റ് ഇൻ ബ്രിക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യുവന്റ് ഇൻ ബ്രിക്ക് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അലൂമിന പറയണം. ദൈവത്തെ ഓർത്ത് അന്നേരം ആലോചിച്ചിട്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് സിലിക്കയാണല്ലോ, സിലിക്ക 50 to 60% ഉണ്ടല്ലോ എന്ന് പറയരുത്. ഏറ്റവും കൂടുതൽ ഉണ്ടായതുകൊണ്ടല്ല അലൂമിനിയം ഇവിടുത്തെ ചീഫ് ഇൻഗ്രീഡിയൻ്റ് ആയത്. അതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്. അപ്പൊ ചീഫ് ഇൻഗ്രീഡിയൻ്റ് അലൂമിനിയം ആണെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് അബ്സോർബ്സ് വാട്ടർ. വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി അലൂമിനിയക്കുണ്ട്. ഇറ്റ് അബ്സോർബ്സ് വാട്ടർ ആൻഡ് imparts plasticity. It imparts plasticity. അപ്പം ഈ പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അലൂമിനിയം ഇവിടുത്തെ ചീഫ് ഇൻഗ്രീഡിയൻ്റ് ആയത്. നമുക്കറിയാം ബ്രിക്കിന്റെ ഷേപ്പ് അറിയാം. അപ്പം ബ്രിക്കിന്റെ ഷേപ്പിലോട്ട് നമുക്ക് മോൾഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്നാലല്ലേ അതിന്റെ യൂട്ടിലിറ്റി നടക്കത്തുള്ളൂ. അപ്പൊ ബ്രിക്കിന്റെ ഷേപ്പിലോട്ട് മോൾഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കോൺസ്റ്റിറ്റ്യുവന്റ് വേണം. ആ കോൺസ്റ്റിറ്റ്യുവന്റ് ആണ് അലൂമിന. അപ്പം ബ്രിക്കിനെ മോൾഡ് ചെയ്ത് ബ്രിക്കിന്റെ ഷേപ്പ് കൊടുക്കുന്ന അലൂമിനിയം ആയതുകൊണ്ടാണ് അലൂമിനിയം ഇവിടുത്തെ എന്തായത്? ചീഫ് ഇൻഗ്രീഡിയന്റ് ആയത്. തിരിഞ്ഞു പോകരുത്, പലർക്കും തിരിഞ്ഞു പോകും. നമ്മുടെ 24 നടന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിസിറ്റി ബ്രിക്കിന് കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യുവന്റ് ഏതാണെന്ന്. അതെന്താണ്? അലൂമിനിയ. കാരണം അലൂമിനിയക്ക് വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, നമ്മൾ മണ്ണെല്ലാം കുഴച്ചിട്ടല്ലേ ഓരോ ശില്പം ഉണ്ടാക്കുന്നത്. അല്ല, മണ്ണ് കുഴച്ച് ശില്പം ഉണ്ടാക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനൊന്ന് മോൾഡ് ചെയ്യാൻ വേണ്ടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം വെള്ളം ആഡ് ചെയ്യുന്നത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് അവിടെ അതിനകത്ത് ഉണ്ടായിരിക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. ഇപ്പം ഇവിടുത്തെ ആ കോൺസ്റ്റിറ്റ്യുവന്റ് ആണ് ആര്? അലൂമിന വെള്ളം അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഈസി ആയിട്ട് പ്ലാസ്റ്റിസിറ്റി, അതായത് അതിനെ മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം അലൂമിനയ്ക്ക് പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യുവന്റ് ആണ് എന്ത്? അലൂമിന. ഇനി ഇതാണ് 2 പോയിന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് തേർഡ് വൺ. ഞാൻ പറഞ്ഞു ഇവർ വെള്ളം അബ്സോർബ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം വെള്ളം ഒരുപാട് അബ്സോർബ് ചെയ്യേണ്ടി വരുന്നത്, അതായത് അലൂമിനിയുടെ പെർസെൻറ്റേജ് കൂടിയാൽ എന്ത് സംഭവിക്കും? ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യും. ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്ത പ്രശ്നം എന്താ? നമ്മളത് വെയിലത്ത് വെക്കുമ്പോൾ, അതായത് ഉണക്കാൻ വെക്കുമ്പോൾ, ഡ്രൈയിങ്ങിന്റെ പ്രോസസ്സിലോ അല്ലെങ്കിൽ ബേണിങ്ങിന്റെ പ്രോസസ്സിലോ ഒരുപാട് വെള്ളം ഇവാപ്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഒരുപാട് വെള്ളം ഇവാപ്രേറ്റ് ചെയ്ത് പോയ പ്രശ്നം എന്താ? കോൺക്രീറ്റ് സംഭവിക്കുന്ന പോലെ വെള്ളം ഒരുപാട് ഇവാപ്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? ഇത് ചുരുങ്ങിപ്പോവും, ഷ്രിങ്കേജ് ഉണ്ടാവും. ഷ്രിങ്കേജ് ഉണ്ടാകുമ്പോൾ എന്തും ഇതിന്റെ ഷേപ്പും ഔട്ട് ഓഫ് ഷേപ്പായിട്ട് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിന് നമ്മൾ വാർപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് വെള്ളം ഒരുപാട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവാപ്രേറ്റ് ചെയ്ത് പോയിട്ട് ചുരുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഷേപ്പ് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, ഔട്ട് ഓഫ് ഷേപ്പായിട്ട് ഡിസ്റ്റോർട്ട് ആയി പോകും. അപ്പോൾ അലൂമിനിയം കൂടിയാണ് പ്രശ്നം, അത് ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യും. വിച്ച് മീൻസ് ഇൻ എക്സസ്. ഇത് എക്സസ് ആയാലുള്ള കാരണം എന്താ? റിസൾട്ട്സ് ഇൻ shrinkage ആൻഡ് വാർപ്പിംഗ്. അപ്പോൾ ഇത് കാണാതെ അങ്ങ് പഠിക്കാൻ നോക്കണ്ട, ഒന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ബിൽഡിംഗ് മെറ്റീരിയൽസ് എല്ലാം കുറച്ചുകൂടെ ഈസി ആയിട്ട് പഠിക്കാം. എല്ലാവരും പറയും ബിൽഡിംഗ് മെറ്റീരിയൽസ് കാണാതെ പഠിക്കാനാണ്. പക്ഷേ കുറച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ഐഡിയ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലമെങ്കിൽ ഐഡിയ അപ്ലൈ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ അലൂമിനിയം എന്താണ്? വെള്ളം അബ്സോർബ് ചെയ്യും. വെള്ളം അബ്സോർബ് ചെയ്ത് നമുക്ക് അതിനെ എന്ത് ചെയ്യാം? അതിനെ മോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്ന സാധനം അലൂമിനിയം. അപ്പോൾ വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലായി. പക്ഷേ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യും. ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യാൻ എന്ത് ചെയ്യും? ഷ്രിങ്കേജ് ഉണ്ടാവും. നമ്മൾ കോൺക്രീറ്റ് പഠിച്ചിട്ടുണ്ട്.
വാട്ടർ സിമെന്റ് റേഷ്യോ കൂടി കഴിഞ്ഞാൽ വാട്ടർ കൂടി കഴിഞ്ഞാൽ ഷ്രിങ്കേജ് ഉണ്ടാകും. അപ്പോൾ അത് തന്നെ ഇവിടെ സംഭവിക്കും. എക്സസ് ആയി കഴിഞ്ഞാൽ ഷ്രിങ്കേജും വാർപ്പിങ്ങും ഉണ്ടാകും. ഞാൻ ഇത്രയും പറഞ്ഞത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അപ്പം ഇതാണ് അലൂമിനിയയുടെ കേസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അസ്ലം എന്നല്ല നമ്മൾ പഠിച്ചത്, അസ്ലം. അപ്പം നെക്സ്റ്റ് എന്താണ്? സിലിക്ക. സെക്കൻഡ് വൺ സിലിക്ക. സിലിക്ക എത്ര ഉണ്ട്? 50 to 60% ഉണ്ട്. സിലിക്ക 50 to 60% ഉണ്ട്. അപ്പൊ സിലിക്ക ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അലൂമിനിയം എക്സസ് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തായിരുന്നു? ഷ്രിങ്കേജും വാർപ്പിങ്ങും ഉണ്ടാക്കും. അപ്പൊ ഇവിടെ എന്താണ് സിലിക്ക ചെയ്യുന്നത്? അത് റെക്ടിഫൈ ചെയ്യും. അതായത് ഇറ്റ് പ്രിവെന്റ്സ് ഷ്രിങ്കേജ് ആൻഡ് വാർപ്പിംഗ്. അപ്പം ഷ്രിങ്കേജ് ആൻഡ് വാർപ്പിംഗ് പ്രിവെന്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഷ്രിങ്കേജ് ആൻഡ് വാർപ്പിംഗ് പ്രിവെന്റ് ചെയ്യുന്ന ആളാരാണ്? സിലിക്ക. ഇറ്റ് പ്രിവെന്റ് ഷ്രിങ്കേജ് ആൻഡ് വാർപ്പിംഗ്. ഇനി ഞാൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് സിലിക്ക എക്സസ് ആയാലുള്ള കുഴപ്പമാണ്. പലർക്ക് തെറ്റിപ്പോവും. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഇപ്പം നിങ്ങൾ ഒരു കയ്യിൽ മണലെടുത്ത് ഒരു കയ്യിൽ ക്ലേ എടുത്ത്, അപ്പം ഈ രണ്ട് കയ്യിൽ ഞാൻ മണലും എടുത്തു ക്ലേയും എടുത്തു. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ കൈവച്ച് ചുരുട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഷേപ്പിൽ എത്തുന്നത് ആരായിരിക്കും? തീർച്ചയായിട്ടും ക്ലേ ആയിരിക്കും. ക്ലേ ആണത് നമ്മൾ നോക്കുമ്പോൾ എന്തായാലും ഷേപ്പായിട്ട് ഇങ്ങനെ ഉണ്ട പോലെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ മറ്റേ എന്താണ്? ഒന്നും ആവത്തില്ല, അതങ്ങ് പൊടിഞ്ഞു പോവുകയും ചെയ്യും. അതായത് മണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മണൽ തരി എന്ന് പറഞ്ഞാൽ സിലിക്കയാണല്ലോ കാണുന്നത്. സിലിക്കയാണല്ലേ, പാറപ്പൊടിയല്ലേ. അപ്പൊ സിലിക്ക കൂടിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒട്ടിപ്പിടിക്കാനുള്ള കഴിവില്ല. ക്ലേ ആണെങ്കിൽ എന്താണ്? അത് ഒട്ടിപ്പിടിക്കും. കൊഹസീവ് പ്രോപ്പർട്ടി കൂടുതലാണ്. സെയിം മോളിക്കുലാറിന്റെ അട്രാക്ഷൻ ആണ് കോഷൻ എന്ന് പറഞ്ഞാല്. അപ്പൊ കൊഹസീവ് പ്രോപ്പർട്ടി കൂടുതലുള്ള ആളാരാണ്? ആളാണ് പിന്നെ ക്ലേ എന്ന് മീൻസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ക്ലേ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിനകത്ത് സിലിക്ക മാത്രം ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പൊ സിലിക്ക ഒരുപാട് കൂടിയാൽ എന്താണ് പ്രശ്നം? കോഷൻ കുറയ്ക്കും. സോ ഇൻ എക്സസ് ഡെസ്ട്രോയ്സ് കോഷൻ. ഇൻ എക്സസ് ഡെസ്ട്രോയ്സ് കൊഹിഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തിരിഞ്ഞു പോരുത്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കുറച്ച് ചെളി എടുക്കുന്നു, പിന്നെ സിലിക്ക എടുക്കും, പാറപ്പൊടി മണലും എടുക്കുന്നു. അപ്പം ചെളിയും അതായത് കളിമണ്ണും പാറപ്പൊടി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല? പാറപ്പൊടി കറക്റ്റായിട്ട് മോൾഡ് ആവത്തില്ല. കാരണം എന്താണ്? ആ ഒരു കോസീവ് പ്രോപ്പർട്ടി കുറവാണ്. അപ്പം സിലിക്കയും അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കൂടി കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്? പാർട്ടികൾ തമ്മിൽ നന്നായിട്ട് എന്ത് ചെയ്യത്തില്ല? ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല. കോഷൻ പ്രോപ്പർട്ടി കുറയ്ക്കും. അതാണ് സിലിക്ക കൂടിയുള്ള കുഴപ്പം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത കോൺസ്റ്റന്റ് എന്താണ്? അസ്ലമിനകത്ത് ലൈമാണ് നെക്സ്റ്റ് കോൺസ്റ്റന്റ്. ലൈം, തേർഡ് ലൈം. ലൈം പല SSC എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. ദ ക്വാണ്ടിറ്റി ഓഫ് ലൈം ഈസ് റെസ്ട്രിക്റ്റഡ് ടു. എത്ര ശതമാനം വരെ ലൈം നമുക്ക് ഉപയോഗിക്കാം? 5%. പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 5%. അങ്ങനെ തന്നെ പഠിച്ചു പോകണം, ചോദിച്ചിട്ടുണ്ട്. അപ്പം ലൈം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈമിന് അതും ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യുന്നുള്ളതാണ് ലൈമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. സോ ഇറ്റ് പ്രിവെൻറ്റ്സ് ഷ്രിങ്കേജ്. ഇപ്പം സിലിക്ക എന്താണ്? ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യുന്നതാണ്. ദെൻ ലൈം എക്സസ് ആയാലുള്ള പ്രശ്നം. ഇൻ എക്സസ് റിസൾട്ട്സ് ഇൻ. എക്സസ് ആയാൽ എന്താണ് കുഴപ്പം? അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. അത് ജസ്റ്റ് ഒന്ന് പറയാം. സ്ലേക്കിംഗ് എന്നൊരു പ്രോസസ്സുണ്ട്. സ്ലേക്കിംഗ് അതായത് ഈ ലൈം വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും. ഓക്കെ, അതിനാണ് നമ്മൾ സ്ലേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വോളിയം എക്സ്പാൻഷൻ ഉണ്ടാവും. അതായത് ആവശ്യത്തിലധികം ലൈം ഉണ്ടായി കഴിഞ്ഞാൽ വോളിയം എക്സ്പാൻഷൻ ഉണ്ടാവും. അങ്ങനെ വോളിയം എക്സ്പാൻഷൻ ഉണ്ടായാൽ എന്താണ് പ്രശ്നം? അങ്ങനെ വോളിയം എക്സ്പാൻഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ ബ്രിക്കിന്റെ ഷേപ്പ് അങ്ങ് പോകും. ഈ ഊതിപ്പെരുത്ത് വീർത്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നം. അതായത് ഷേപ്പ് ലോസ് ഉണ്ടായി കഴിഞ്ഞാലുള്ള മീൻസ് സ്ലേക്കിംഗ് ഉണ്ടായിട്ട് വോളിയം എക്സ്പാൻഡ് ചെയ്തുള്ള കുഴപ്പം എന്താണിത്? അതിന്റെ ഷേപ്പ് അങ്ങ് ലോസ് ആയി പോകും. ഓക്കെ, സോ ഷേപ്പ് ലോസ് ഉണ്ടാക്കും എന്ത്? ലൈം എക്സസ് ആയാൽ. സോ ഇൻ എക്സസ് റിസൾട്ട്സ് ഇൻ ഷേപ്പ് ലോസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഷേപ്പ് ലോസിന് കാരണമാകുന്നത് ഏത് കോൺസ്റ്റന്റ് കൂടിയാലാണ് ഷേപ്പ് ലോസ് കാരണമാകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ലൈം ആണെന്ന് പറയാം. So that its quantity is restricted to 5%. So it's all about lime. Then aslam. Next എന്താണ്? Oxides of iron. Next ആണ് oxides of iron. Next എന്താണ്? Oxides of iron.
അപ്പോൾ ഓക്സൈഡ്സ് ഓഫ് അയണിൽ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അയൺ ഓക്സൈഡ്, അതാണ് ഉദ്ദേശിച്ചത് Fe2O3 അയൺ ഓക്സൈഡ്. എത്ര ശതമാനം ഉണ്ടായിരുന്ന അയൺ ഓക്സൈഡ്? 5 to 6% അയൺ ഓക്സൈഡ്. അപ്പോൾ എന്താണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇറ്റ് ഇമ്പാർട്സ് കളർ അല്ലേ, ഇറ്റ് ഇമ്പാർട്സ് കളർ. അതായത് ബ്രിക്കിന്റെ കളർ കൊടുക്കുന്നത് ഇമ്പാർട്ട് ചെയ്യുന്നത് ഏത് കോൺസ്റ്റന്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? അയൺ ഓക്സൈഡ് ആണെന്ന് പറയാം. അപ്പൊ ബ്രിക്കിന്റെ ഏത് കളർ ആണെന്നൊരു ചോദ്യമുണ്ട്. ബ്രിക്കിന്റെ കളർ എന്ന് പറഞ്ഞാൽ റെഡിഷ് ബ്രൗൺ കളർ. 3rd ഗ്രേഡ് ഓവർസിയർ എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. റെഡിഷ് ബ്രൗൺ കളർ ആണ് എന്ത് നമ്മൾ ബ്രിക്കിന് പറയുന്ന കളർ, റെഡിഷ് ബ്രൗൺ കളറാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിന്റെ വളരെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം. ഇറ്റ് helps in fusing silica with lime. മെയിൻ ആയിട്ട് അതാ, സിലിക്കയും ലൈമും തമ്മിൽ ഫ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോൺസ്റ്റുവന്റ് ആണ് ഓക്സൈഡ് ഓഫ് അയൺ. നമുക്കറിയാം, ഞാൻ സിമെന്റ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിലിക്കയുടെ ഫ്യൂസിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 1730 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു സിലിക്കയുടെ ഫ്യൂസിംഗ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഇത്രയും വലിയ ടെമ്പറേച്ചറാണല്ലോ സിലിക്ക ഫ്യൂസ് ആവത്തുള്ളൂ. അപ്പൊ ഇത്രയും വലിയ ടെമ്പറേച്ചറിലോട്ട് റൈസ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യണം. മീൻസ് ടെമ്പറേച്ചർ അയാളിന് റൈസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെ ടെമ്പറേച്ചറിലൂടെ റൈസ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് അയൺ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ബ്രിക്കിനകത്ത ഫ്ലക്സ് ആരാന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? അയൺ ഓക്സൈഡ് എന്ന് പറയാം. സോ ഇറ്റ് ആക്ട് ആസ് ഫ്ലക്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫ്യൂസിങ് ദ സിലിക്ക വിത്ത് ലൈം ആൻഡ് അതർ ഇൻഗ്രീഡിയൻസ്. അങ്ങനെ എഴുതിക്കോ, ലൈമും അതർ ഇൻഗ്രീഡിയൻസും ആയിട്ട് ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, പിന്നെ ഈ അയൺ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ. അപ്പം വേറൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, ആരാണ് ബൈൻഡിങ് മെറ്റീരിയൽ ആക്കുന്നത്? അപ്പൊ നമ്മൾ ഫ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കോൺസ്റ്റന്റും കൂടെ ബൈൻഡ് ചെയ്യുക. അപ്പൊ ആരാണ് ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ബ്രിക്കില് ഓക്സൈഡ്സ് ഓഫ് അയൺ. സോ ഇറ്റ് ആക്ട് ആസ് ഫ്ലക്സ് ആൻഡ് ബൈൻഡിങ് മെറ്റീരിയൽ. അപ്പൊ ഇത് ഒന്ന് ബോക്സ് ചെയ്ത് വെച്ചോണം. ഞാൻ പറയുന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റ ഒന്നുപോലും ഞാൻ വെറുതെ ഒന്നും പറയത്തില്ല. അപ്പോൾ ഫ്ലക്സ് ആയിട്ട് ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട്, ഫ്ലക്സ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ആക്ച്വലി ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ് അത് ബൈൻഡിങ് മെറ്റീരിയൽ ആയത്. രണ്ടും സെയിം തന്നെയാണ്. ഞാൻ ഓരോ വാക്കും തന്നേ ഉള്ളൂ, രണ്ട് രീതിയിലും ചോദിക്കാം. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന ആളാണ്. ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതിന് സിലിക്കയെ ഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിലിക്കയും ബാക്കിയുള്ള കോൺസ്റ്റന്റുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആക്കുന്ന ബൈൻഡിങ് മെറ്റീരിയൽ ആരാന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? അയൺ ഓക്സൈഡ് ആണെന്ന് പറയാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അയൺ ഓക്സൈഡ്. ദെൻ നെക്സ്റ്റ് കോൺസ്റ്റുവന്റ്, 5th വൺ. അപ്പൊ അസ്ലമിൽ നെക്സ്റ്റ് കോൺസ്റ്റുവന്റ് എന്താണ്? എം എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യ. അതായത് അസ്ലം 5th വൺ, 5th or 6th? 5th വൺ, മഗ്നീഷ്യ. മഗ്നീഷ്യ എത്ര നമ്മൾ പറഞ്ഞത്? വളരെ കുറച്ച് മതി, 1%, അറൗണ്ട് 1% മഗ്നീഷ്യ മതി. മഗ്നീഷ്യയുടെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രിവെന്റ് ശ്രിങ്കേജ്. ഇത് തന്നെ കാര്യം, ഇറ്റ്സ് പ്രിവെന്റ് ശ്രിങ്കേജ്. അപ്പം 3 കോൺസ്റ്റന്റ് ആയി ശ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യുന്നു. ഒന്ന് സിലിക്ക, പിന്നൊന്ന് ലൈം, പിന്നൊന്ന് മഗ്നീഷ്യ. സോ ഇറ്റ് പ്രിവെന്റ് ശ്രിങ്കേജ്, അതാണ് മഗ്നീഷ്യ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇത് എക്സസ് ആയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇമ്പാർട്സ് ആൻ യെല്ലോ ടിൻറ്റ് കളർ. കൊടുക്കും. അതായത് എക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇൻ എക്സസ് ഇറ്റ് ഇമ്പാർട്സ് യെല്ലോ ടിൻറ്റ് കളർ. ഓക്കെ, അപ്പം ഒരു യെല്ലോ ടിൻറ്റ് കളർ ഇമ്പാർട്ട് ചെയ്യും എക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതാണ് മഗ്നീഷ്യയുടെ ഒരു പ്രശ്നം. അപ്പം മഗ്നീഷ്യ പ്രത്യേകിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് കോൺസ്റ്റന്റ് ഒന്നും അല്ല, പക്ഷെ വേണം, 1% മതി. ശ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്ഫുൾ ആകും. പക്ഷെ ഒരുപാടായി കഴിഞ്ഞ പ്രശ്നം എന്താണ്? ഒരു യെല്ലോ ടിൻറ്റ് കൊടുക്കും. നമുക്കറിയാം റെഡിഷ് ബ്രൗൺ കളറാണ് ബ്രിക്കിന്റെ കളർ. എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ്? ഒരു യെല്ലോ ടിൻറ്റ് കളർ ഉണ്ടാവും. അപ്പൊ അതാണ് മഗ്നീഷ്യ. ദെൻ നെക്സ്റ്റ് വൺ, 6th, ട്രേസസ് ഓഫ് ആൽക്കലി. അങ്ങനെ തന്നെയാണ് പറയുന്നത്, വളരെ കുറച്ച് മതി. 6th വൺ, ട്രേസസ് ഓഫ് ആൽക്കലീസ്. അതായത് ആൽക്കലീസിന്റെ കുറച്ച് ട്രേസ്, വേണം. എന്തിനാന്ന് വെച്ചാൽ ഇതും ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇറ്റ് ഓൾസോ ആക്ട് ആസ് ഫ്ലക്സ്. പക്ഷെ പ്രശ്നം വളരെ കുറച്ച് മതി. ഒരുപാടായി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അപ്പൊ ഇംപ്രോപ്പർ ബേണിംഗ് ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, പിന്നെ നമ്മൾ ഒരുപാട് ആൽക്കലീസ് നമ്മൾ എൻകറേജ് ചെയ്യത്തില്ല. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ബേണിംഗ്, ഇത്രേ ഉള്ളൂ.
ഇറ്റ് ഹെൽപ്സ് ഇൻ ബേണിങ്. അതായത് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രോപ്പർ ബേണിങ്. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രോപ്പർ ബേണിങ് when it is in required quantity. റിക്വയർഡ് ക്വാണ്ടിറ്റിയിലാണെങ്കിൽ പ്രോപ്പർ ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? റിക്വയർഡ് ക്വാണ്ടിറ്റി, അതായത് വളരെ കുറച്ച് മതി നമുക്ക്, അത്രേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് പ്രോപ്പർ ബേണിങ്ങിന് കാരണമാവും. പക്ഷെ കൂടിയാൽ എന്താണ്? ഇംപ്രോപ്പർ ബേണിങ്ങിന് കാരണമാവും. എക്സസ് റിസൾട്ട്സ് ഇൻ ഇംപ്രോപ്പർ ബേണിങ്. എക്സസ് റിസൾട്ട്സ് ഇൻ ഇംപ്രോപ്പർ ബേണിങ്. എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ്? ഇംപ്രോപ്പർ ബേണിങ്ങിന് കാരണമാവും. ഓക്കെ, ഇനഫ്. ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻസ് എല്ലാം നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഹാംഫുൾ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഹാംഫുൾ ഇൻഗ്രീഡിയൻസ്. ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഇൻ ബ്രിക്ക്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഇൻ ബ്രിക്ക്. ബ്രിക്കിൽ വന്നുകൂടാത്തത്, അല്ലെങ്കിൽ ഒരു റിക്വയർഡ് എമൗണ്ടിനേക്കാളും കൂടരുത് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഫസ്റ്റ് വൺ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാംഫുൾ ഇൻഗ്രീഡിയൻറ്റ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ബ്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് അതിൽ ഫസ്റ്റ് വൺ ലൈം. അതായത് 5% കൂടിക്കഴിഞ്ഞാൽ, ലൈം 5% കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? ഞാൻ പറഞ്ഞ് ലൈം എന്താ, വാട്ടറുമായിട്ട് ചേർന്നാൽ അത് വോളിയം എക്സ്പാൻഷൻ ഉണ്ടാക്കും. വോളിയം എക്സ്പാൻഷൻ അല്ലേ? വോളിയം എക്സ്പാൻഷൻ ഉണ്ടാവും. വോളിയം എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഷേപ്പ് ലോസ് ഉണ്ടാവും. വിച്ച് ഇൻ ടേൺസ് റിസൾട്ട്സ് ഇൻ ഷേപ്പ് ലോസ്. അതാണ് എന്ത്? ലൈമിന്റെ പ്രശ്നം. ഇനി സെക്കൻഡ്, അയൺ പിറൈറ്റ്സ്. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് പറയുന്നത്. അയൺ പിറൈറ്റ് ഒരു ഹാംഫുൾ ഇൻഗ്രീഡിയൻ്റ് ആണ്, കാണാതെ പഠിച്ചേ പറ്റൂ. അതായത് ഡിസിൻറ്റഗ്രേഷന് കാരണമാവും. റിസൾട്ട്സ് ഇൻ ഡിസിൻറ്റഗ്രേഷൻ. ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ബ്രിക്ക്. അതിന് കാരണമാവും എന്ത്? ഈ പറഞ്ഞ അയൺ പിറൈറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാണാതെ പഠിക്കണം. ഹാംഫുൾ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് ലൈമാണ്. ലൈം എക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലേക്കിംഗ് ഉണ്ടാവും, വോളിയം എക്സ്പാൻഷൻ ഉണ്ടാവും, ഷേപ്പ് പോവും. അത് ബ്രിക്കിന്റെ ഷേപ്പ് അങ്ങ് പോവും. അതുകൊണ്ട് വളരെ വലിയൊരു ഹാംഫുൾ ഇൻഗ്രീഡിയൻ്റ് ആണ് ലൈം എന്ന് പറഞ്ഞാൽ. 5% കൂടാൻ പാടില്ല. രണ്ടെന്ന് പറഞ്ഞാൽ അയൺ പിറൈറ്റ്. അയൺ പിറൈറ്റ് അത് കാണാതെ പഠിച്ചേ പറ്റൂ. കാരണം അത് ഉണ്ടായി കഴിഞ്ഞാൽ, അത് അയൺ പിറൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. തേർഡ് വൺ, ലൈം, അയൺ പിറൈറ്റ്. തേർഡ് വൺ, ആൽക്കലീസ്. ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ്. എന്താണ് ആൽക്കലീസിന്റെ പ്രശ്നം? ആൽക്കലീസിന്റെ പ്രശ്നം എന്താണ്? ഇഫ് ഇറ്റ് ഈസ് ഇൻ എക്സസ് റിസൾട്ട്സ് ഇൻ എക്സസ് റിസൾട്ട്സ് ഇൻ എന്ത്? ഇംപ്രോപ്പർ ബേണിങ്. അതായത് ആവശ്യമുള്ളതിനേക്കാളും കൂടുതലായിട്ട് എന്താണ്? ബേൺ ചെയ്ത് പോകാനുള്ള കാരണമുണ്ട്. എന്നാൽ ഇല്ലാതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലോ, ഒട്ടും ഇല്ലെങ്കിലോ പ്രശ്നം എന്താ? ഒട്ടും ഇല്ലെങ്കിലോ കുഴപ്പമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ബേൺ ചെയ്യാനുള്ളൊരു ടെമ്പറേച്ചർ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അണ്ടർ ബേൺഡ് ബ്രിക്സ് ആയി പോകും. അതായത് കറക്റ്റ് കുറച്ച് എമൗണ്ട് ആൽക്കലി മതി പ്രോപ്പർ ബേണിങ് ചെയ്യാൻ വേണ്ടി. അത് എക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ? ഇംപ്രോപ്പർ ബേണിംഗ് ആവും. അത് ഒട്ടും ഇല്ലെങ്കിലോ അണ്ടർ ബേൺഡും ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓവർ ബേൺഡ് ബ്രിക്സും അണ്ടർ ബേൺഡ് ബ്രിക്സും ഒക്കെ നമ്മൾ പഠിക്കും ടൈപ്പ് ഓഫ് ബ്രിക്കിൽ. അപ്പോൾ ആൽക്കലീസ് ആണ് ഇവിടെ എന്താണ്? ആ ഒരു ടെമ്പറേച്ചറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നത്. അയൺ ഓക്സൈഡ് സിലിക്കയുടെ ഫ്യൂസിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം അത് ഓർത്തോണം, മാറിപ്പോകരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആ രീതിയിലേ ചോദിക്കത്തുള്ളൂ, അതനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ ഫോർത്ത് വൺ, ഇപ്പം ലൈം, അയൺ പിറൈറ്റ്, ആൽക്കലൈസ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് പെബിൾസ് ഓർ സ്റ്റോൺസ്. പെബിൾസ് ഓർ സ്റ്റോൺസ്. ഇപ്പം നമ്മൾ ആപ്പിലുള്ള ക്ലാസ് ആയതുകൊണ്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ധൈര്യമായിട്ട് പറയാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ പറയാം. ഞാൻ അതിനകത്തുണ്ട്. ഞാനത് ആൻസറബിൾ ആണോ, നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഞാനത് ക്ലാരിഫൈ ചെയ്ത് തരാം. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്ക് ഡയറക്റ്റ് ചോദിക്കാൻ യാതൊരു മാർഗ്ഗമില്ല. ഓക്കെ, ഡൗട്ട് ഉള്ളത് നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കണം. ദെൻ പെബിൾസ് ഓർ സ്റ്റോൺസ്. പെബിൾസ് ഓർ സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പം നിങ്ങൾ എന്ത് ഈ പെബിൾസ് ഓഫ് സ്റ്റോൺസ് ഒക്കെ എവിടെ നിന്ന് വന്നത്? നമ്മൾക്ക് ബ്രിക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ക്ലേ വേണം.
ക്ലേ എന്ന് പറയുമ്പോൾ മണ്ണ്, ആ മണ്ണ് നമുക്ക് കുഴിച്ചെടുക്കണം. മണ്ണ് കുഴിച്ചെടുക്കുമ്പോൾ അവിടെ ഈ ആവശ്യമില്ലാത്ത കല്ല് മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വലിയ കോഴ്സായിട്ടുള്ള മണ്ണ് പിന്നെ കല്ലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഇംപ്രോപ്പർ മിക്സിങ്, അല്ലെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഇംപ്രോപ്പർ മിക്സിങ്. ഓക്കെ, നമുക്ക് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പെബിൾസ് ഓഫ് സ്റ്റോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ഓർഗാനിക് ആൻഡ് വെജിറ്റബിൾ മാറ്റർ ആണ് നെക്സ്റ്റ് നോക്കേണ്ടത്, ഹാംഫുൾ ഇൻഗ്രീഡിയൻറ്റ്. ഓർഗാനിക് ആൻഡ് വെജിറ്റബിൾ മാറ്റർ ഉണ്ടെങ്കിലുള്ള കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം നമ്മൾ ക്ലേ മണ്ണ് കുഴിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മണ്ണെടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ അനിമൽസിൻ്റെ വേസ്റ്റൊക്കെ കാണുമായിരിക്കും ചിലപ്പോൾ, അതായത് ഡെഡ് ആയിട്ടുള്ളതിൻ്റെ റിമെയിൻസ്. അതുപോലെ തന്നെ ഈ ഇലകളും ചെടികളും ഒക്കെ കാണും. അപ്പം ഇതൊക്കെ ഇതിനകത്ത് വന്ന് കയറിയുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബേണിങ്ങിൻ്റെ സമയത്ത്, അതായത് നമുക്ക് എന്തായാലും കട്ട ചൂളയൊക്കെ ഉണ്ടല്ലോ, ചൂള. അപ്പോൾ നമ്മൾ അതിനകത്ത് ലാസ്റ്റ് പ്രോസസ്സാണ് ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യേണ്ട ലാസ്റ്റ് പ്രോസസ്സാണ് ബേണിങ്. അപ്പോൾ ബേണിങ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ ഓർഗാനിക് അതിൻ്റെ വെജിറ്റബിൾ മാറ്ററും കൂടെ അങ്ങ് ബേൺ ചെയ്യും. അങ്ങനെ ബേൺ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരുപാട് ഗ്യാസസ് റിലീസ് ചെയ്യും. ഈ ഗ്യാസ് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മേലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിനകത്തെല്ലാം എന്തുണ്ടാവും, ഹോൾസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഹോൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താവും, ഇത് പോറസ് ആയി പോകും. അപ്പം അങ്ങനെ പോറസ് ആയി പോകുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. BLOATING, ബ്ലോട്ടിങ്. അപ്പോൾ അതാണ് ഓർഗാനിക് ആൻഡ് വെജിറ്റബിൾ മാറ്റർ ഉണ്ടായുള്ള കുഴപ്പം. ഓക്കെ, അതായത് ഗ്യാസസ് റിലീസ്ഡ് ഡ്യൂറിങ് ബേണിംഗ്, makes the brick porous. കാരണം എന്താ, ഹോൾസ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ബ്ലോട്ടിംഗ് ആ ഒരു പ്രോസസ്സാണ് ബ്ലോട്ടിംഗ്. അപ്പോൾ ഓർഗാനിക് ആൻഡ് വെജിറ്റബിൾ മാറ്ററും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഹാംഫുൾ ഇൻഗ്രീഡിയൻറ്റ്? ലൈമ്, അയൺ പെറൈറ്റ്, ആൽക്കലീസ്, പെബിൾസ് ഓർ സ്റ്റോൺ, ഓർഗാനിക് മാറ്റർ. ഇത്തരം കാര്യങ്ങൾ എന്താണ്, ബ്രിക്കിലെ ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ആണ്. കാണാതെ പഠിച്ചോണം. ലൈമ്, അയൺ പെറൈറ്റ്, ആൽക്കലീസ് ആണ്. ആൽക്കലീസ് ഒരുപാടായി കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് ചൂട് കൂടിപ്പോവും. ഒട്ടുമില്ലെങ്കിലോ ചൂട് കിട്ടത്തുമില്ല. അപ്പോൾ അതാണ് ആൽക്കലീസിൻ്റെ പ്രശ്നം. ദെൻ പെബിൾസ്. അപ്പം നിങ്ങൾക്കൊരു സംശയം വരുമായിരിക്കും, അങ്ങനെയാണെങ്കിൽ ആൽക്കലി ഒരു ഫ്ലക്സ് അല്ലേ എന്ന്. ആൽക്കലി ഒരു ഫ്ലക്സ് ആണ്. അതായത് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന എന്ത് സാധനവും നമുക്ക് ഫ്ലക്സ് ആണെന്ന് പറയാം. പക്ഷേ സിലിക്കയുടെ ഫ്യൂഷൻ ടെമ്പറേച്ചർ 1730°C. അത്രയും ഒരു ഹൈ ടെമ്പറേച്ചർ എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്, പിന്നെ നമ്മുടെ അയൺ ഓക്സൈഡാണ്. അപ്പോൾ അയൺ ഓക്സൈഡ് തന്നെയാണ് മെയിനായിട്ട് നമ്മുടെ ബ്രിക്ക് മാനുഫാക്ചറിലെ ഫ്ലക്സ്, സംശയം വേണ്ട. പിന്നെ അതല്ലാതെ പ്രോപ്പർ ബേണിങ്ങിന് ഹെൽപ്ഫുൾ ആക്കുന്ന ഏത് കമ്പോണൻ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം, ആൽക്കലീസ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണും, അത് മനസ്സിലാക്കിക്കോളും. ദെൻ പെബിൾസ് ഓർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് അഫക്ട്സ് ദ പ്രോപ്പർ മിക്സിങ്, അല്ലേ? നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് അഫക്ട്സ് ദ പ്രോപ്പർ മിക്സിങ്. ഞാൻ ആ വാക്ക് നേരത്തെ ആലോചിച്ചത്. ഇറ്റ് അഫക്ട്സ് ദി പ്രോപ്പർ മിക്സിങ്. പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. സോ പെബിൾസ് ഓർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അതാണ് പ്രശ്നം. ദെൻ ഓർഗാനിക് ആൻഡ് വെജിറ്റബിൾ മാറ്റർ. ഇത്രയാണ് ഹാംഫുൾ ഇൻഗ്രീഡിയൻസ്. ഇപ്പം മെയിൻ ഇൻഗ്രീഡിയൻസും പറഞ്ഞു, ഹാംഫുൾ ഇൻഗ്രീഡിയൻസും പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടുന്നത് മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്ക് ആണ്. ഓക്കെ, മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്ക്. ബ്രിക്കിനെ മാനുഫാക്ചർ ചെയ്യാൻ പോവാണ്. ബ്രിക്കിനെ മാനുഫാക്ചർ ചെയ്യുന്നതിന് മെയിനായിട്ട് 4 പ്രോസസ്സാണ് ഉള്ളത്. ഒന്ന്, പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. ഫസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. ഓരോ സ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. സെക്കൻഡ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ മോൾഡിങ്. സെക്കൻഡ് സ്റ്റേജ് മോൾഡിങ്. ആൻഡ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡ്രൈയിങ്. ആൻഡ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ബേണിങ്. BURNING. അപ്പോൾ ഇതാണ് 4 സ്റ്റേജ്. ഈ 4 സ്റ്റേജ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. 1 ക്ലേ പ്രിപ്പറേഷൻ, 2 മോൾഡിങ്, 3 ഡ്രൈയിങ്, 4 ബേണിങ്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം, പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, അതായത് നമുക്ക് ആദ്യമേ ഇതിനൊന്ന് മൊത്തത്തിൽ എല്ലാം, പിന്നെ അതായത് മണ്ണ് പോയി ആദ്യമേ പോയി സ്ഥലം കാണണം, മണ്ണ് കുഴിച്ചെടുക്കണം, അതിൽ നിന്നുള്ള മാറ്റേഴ്സിനെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലോട്ട് മാറ്റിയെടുക്കണം. അതിനാണ് എന്ത് പറയുന്നത്, പ്രിപ്പറേഷൻ ഓഫ് ക്ലേ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അതിനകത്തൊരു 6 സ്റ്റെപ്പ് ഉണ്ട് പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അൺസോയിലിംഗ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അൺസോയിലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തൊട്ട് എഴുതാം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ആണ്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൺസോയിലിംഗ്. 6 സ്റ്റെപ്പാണ് ഉള്ളത്. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ് അൺസോയിലിംഗ്. അതായത് നമുക്ക് എന്ത് ചെയ്യണം, ക്ലേ ആദ്യമേ എടുക്കണം, അതായത് മണ്ണ് കുഴിച്ചെടുക്കണം. അപ്പോൾ മണ്ണ് കുഴിച്ചെടുക്കുന്നതിനാദ്യമേ നമ്മൾ ആ സ്ഥലം പോയി കാണും. ആ സ്ഥലം പോയി കണ്ടതിന് ശേഷം അത് ഇപ്പം ഇതാണ് നമ്മുടെ ഒരു ക്ലേ, ഒരു അല്ലെങ്കിൽ മണ്ണിൻ്റെ ഒരു ലെയറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഇതാണെങ്കിൽ, ബ്രിക്കല്ല മണ്ണിൻ്റെ ഒരു ലെയറിൻ്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ ആണെങ്കിൽ ആദ്യമേ ഒരു 10-20 സെൻറ്റിമീറ്റർ ഡെപ്തിൽ, ഒരു 20 സെൻറ്റിമീറ്റർ ഡെപ്തിലുള്ള മണ്ണ് നമ്മളങ്ങ് റിമൂവ് ചെയ്യും. അൺസോയിലിംഗ്. അതായത് ഒരു 20 സെൻറ്റിമീറ്റർ ഡെപ്തിലെ മണ്ണ്, ഇത്രയും ഒരു ഏരിയ നമ്മൾ കണ്ട്, ഇത്രയും ഒരു ഏരിയ കണ്ട്. അപ്പോൾ ആദ്യമേ അവിടുത്തെ ഒരു 20 സെൻറ്റിമീറ്റർ ഡെപ്ത് മണ്ണ് നമ്മളങ്ങ് കളയും. ഇത്രയും 20 സെൻറ്റിമീറ്റർ ഡെപ്തിൽ മണ്ണ് നമ്മളങ്ങ് കളയും. ബാക്കി ഇതിന് താഴെയുള്ള, ഇവിടുന്ന് താഴേക്കുള്ള മണ്ണ് മാത്രം നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺസോയിലിംഗ് എന്ന് പറയുന്നത്. അതായത് റിമൂവൽ ഓഫ് ടോപ്പ് ലെയർ ഓഫ് സോയിൽ. റിമൂവൽ ഓഫ് ടോപ്പ് ലെയർ ഓഫ് സോയിൽ അപ് ടു 20 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ. എന്തിനായിരിക്കും നമ്മൾ 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഓർഗാനിക് ആൻഡ് വെജിറ്റബിൾ മാറ്ററിനെ നമുക്ക് റിമൂവ് ചെയ്യണം. പെബിൾസോ സ്റ്റോൺസോ ഉണ്ടാവാൻ പാടില്ല. അപ്പം ഏറ്റവും മേളിലായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ 20 സെൻറ്റിമീറ്റർ ഡെപ്ത് അങ്ങ് കളയും. എന്നിട്ട് ബാക്കിയുള്ള താഴേക്കുള്ള മണ്ണ് മാത്രമേ കുഴിക്കത്തുള്ളൂ. അതിനാണ് നമ്മൾ അൺസോയിലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഗിങ് ഔട്ട്. ഡിഗിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കുഴിച്ചെടുക്കും. ഓക്കെ, ഡഗ് ഔട്ട് ആൻഡ് കീപ് അസ് ഹീപ്സ്. ഹീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കീപ്പ് ചെയ്യും. ഹീപ്സ് ഓഫ് ഹൈറ്റ് ഒരു 0.6 to 1.2 മീറ്റർ ഹൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ മണ്ണിങ്ങനെ കൂട്ടിയിടും, ഹീപ്പാക്കിയിടും. ഒന്നുമില്ല, ആദ്യം ഞാൻ അൺസോയിലിംഗ് എന്ന് പറഞ്ഞു. അൺസോയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ 20 സെൻറ്റിമീറ്റർ ഡെപ്തിലെ മണ്ണിനെ ഞാൻ കളയും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഡിഗിങ് ഔട്ട്. ഡിഗിങ് അതായത് നമ്മൾ കുഴിച്ച് എടുക്കും, മണ്ണിനെ കുഴിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഹീപ്പായിട്ട് ഇങ്ങനെ വെക്കും. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കോഴ്സർ പാർട്ടിക്കിളിനെല്ലാം റിമൂവ് ചെയ്യും. നമുക്കറിയാം, ഇങ്ങനെ മണ്ണെടുക്കുമ്പോഴും വീണ്ടും ചിലപ്പോൾ താഴോട്ട് അടിഞ്ഞടക്കുന്ന വലിയ വലിയ കോഴ്സറായിട്ടുള്ള മാറ്റേഴ്സ് കാണാം, വലിയ വലിയ കല്ലുകൾ കാണും. ഇതിനെല്ലാം റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റിമൂവൽ ഓഫ് കോഴ്സർ മാറ്റർ ആൻഡ് ലംസ് ഓഫ് എർത്ത്, അതിനെ റിമൂവ് ചെയ്യണം നമുക്ക്. അതായത് പൊടിച്ചെടുക്കണം. ലംസ് ഓഫ് ബ്രിക്കിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പൗഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, ആൻഡ് ലംസ് ഓഫ് എർത്ത് ആർ പൗഡേർഡ്, പൊടിക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലീനിങ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് വെതറിങ്. അത് പലതവണ ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്, എന്താണ് വെതറിങ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ആദ്യമേ എന്ത് ചെയ്ത്, ആദ്യം നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ മണ്ണ് അങ്ങ് മാറ്റി, 20 സെൻറ്റിമീറ്റർ ഡെപ്തിലെ മണ്ണ് അങ്ങ് മാറ്റി. മണ്ണ് മാറ്റിയതിന് ശേഷം നമ്മൾ അവിടെ അങ്ങ് കുഴിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓരോ ഹീപ്പായിട്ട് ഇങ്ങനെ കൂന കൂട്ടിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പയ്യെ അത് ക്ലീൻ ചെയ്തു. അതായത് അതിനകത്തുള്ള കോഴ്സർ മാറ്റി, ഓരോ ഹീപ്പിലും ചെന്ന് കോഴ്സർ മാറ്ററിനെ എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെതറിങ് എന്നൊരു പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മളിങ്ങനെ കുഴിച്ചെടുക്കുമ്പോഴേ ചില സ്ഥലങ്ങളിൽ ചിലപ്പം മണ്ണിനകത്ത് വെള്ള അംശം കൂടുതലായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ നമ്മൾ മണ്ണ് കുഴിയുമ്പം ചില മണ്ണ് ഇങ്ങനെ നല്ലതായിട്ട് കുതിർന്നിരിക്കും. ചില സ്ഥലത്താണെങ്കിൽ ഒട്ടും മണ്ണ് കുതിർന്നും കാണത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഇതിനങ്ങ് നിരത്തി അങ്ങിടും. ആ ഹീപ്സ് ആയിട്ടുള്ള മണ്ണ് നമ്മൾ എന്ത് ചെയ്യും, നിരത്തി അങ്ങിടും കുറച്ച് ദിവസം. അങ്ങനെ നിരത്തിയിടുന്ന പ്രോസസ്സാണ് നമ്മൾ വെതറിങ് എന്ന് പറയുന്നത്. അതായത് മോയ്സ്ചർ കണ്ടന്റിനെ യൂണിഫോം ആക്കുന്ന പ്രോസസ്സാണ് വെതറിങ്. ഓക്കെ, അതായത് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ എഴുതിയാൽ മതി. എക്സ്പോസ്ഡ് to atmosphere to make the moisture content uniform.
ടു മേക്ക് ദ മോയ്സ്ചർ കണ്ടന്റ് യൂണിഫോം. ഓക്കെ, ഇതിനാണ് നമ്മൾ വെതറിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, ആദ്യം മണ്ണ് മാറ്റി, ഡിഗിങ് കുഴിച്ചെടുത്തു, ദെൻ ക്ലീൻ ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്ത് അത് നിരത്തിയിട്ട് എന്തിനാ മോയ്സ്ചർ കണ്ടന്റ് യൂണിഫോം ആക്കാൻ. അപ്പം അറ്റ്മോസ്ഫിയറിനെ എക്സ്പോസ് ചെയ്തിട്ട് മോയ്സ്ചർ കണ്ടന്റ് യൂണിഫോം ആക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്, വെതറിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ ബ്ലെൻഡിങ്. അഞ്ചാമത്തെ ഒരു പ്രോസസ്സാണ് ബ്ലെൻഡിങ്. പലതവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ബ്ലെൻഡിങ്. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ പലർക്കും മിസ്റ്റേക്ക് പറ്റും. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്യും. കൈ വെച്ചങ്ങ് മിക്സ് ചെയ്യും. കൈ വെച്ചോ മെഷീൻ വെച്ചോ എനിവേ എങ്ങനെയായാലും നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നൊരു പ്രോസസ്സ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കൈ വെച്ച് ചെയ്യുകയെന്ന് വെച്ചോ, ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു, ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് മിക്സ് ചെയ്യുവാണ്. ഈ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ബ്ലെൻഡിങ്. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ബ്ലെൻഡിങ്. അതിനൊരു പേര് പറയും ഹാർമോണിയസ് മിക്സിംഗ് ഓഫ് മെറ്റീരിയൽ. അതായത് നമ്മളിപ്പോൾ ക്ലേ എടുക്കും, മണ്ണെടുത്ത്, മണ്ണിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അല്ലേ, അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ആഡ് ചെയ്യുന്ന ആ ഒരു അല്ലെങ്കിൽ ആ ഒരു മിക്സിങ്ങിന് പ്രോസസ്സിന് പറയുന്ന പേരാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഹാർമോണിയസ് മിക്സിംഗ്, ഹാർമോണിയസ് മിക്സിംഗ് ഓഫ് ഇൻഗ്രീഡിയൻസ്. ഇൻഗ്രീഡിയൻസിന്റെ ഹാർമോണിയസ് മിക്സിങ്ങിന് പറയുന്ന പേരാണ്, ഇങ്ങനെ ഒരു വരിയുണ്ട് കേട്ടോ, ഹാർമോണിയസ് മിക്സിംഗ് ഓഫ് റിക്വയർഡ് ഇൻഗ്രീഡിയൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലെൻഡിങ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് സിക്സ്ത് സ്റ്റെപ്പാണ്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞ്, ആദ്യം മണ്ണ് മാറ്റി അൺസോയിലിംഗ്, ദെൻ കുഴിച്ചെടുത്തു, അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്തു, എന്നിട്ട് ചില സ്ഥലത്തേക്ക് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിരിക്കും, ചിലത് കുറവായിരിക്കും, വെള്ളം കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ഇതിന് യൂണിഫോം ആക്കാൻ വേണ്ടി അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ് ചെയ്യും. അതിനെ നമ്മൾ വെതറിങ് എന്ന് പറഞ്ഞു. ആ വെതറിങ് അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസറായിട്ട് മോയ്സ്ചർ കണ്ടന്റ് യൂണിഫോം ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ച് അങ്ങോട്ടിട്ടിട്ട് എന്ത് ചെയ്യും, മിക്സ് ചെയ്യും. ഹാർമോണിയസ് മിക്സിങ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഇനി സിക്സ്ത് സ്റ്റെപ്പാണ് ടെമ്പറിങ്. ടെമ്പറിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്താണ്, ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ടെമ്പറിങ്. ടെമ്പറിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ആഡിങ് വാട്ടർ. വെള്ളം ആഡ് ചെയ്യുന്ന പ്രോസസ്സ് ടു ഒബ്റ്റെയിൻ റിക്വയർഡ് പ്ലാസ്റ്റിസിറ്റി. ആൻഡ് ഹാർഡ്നെസ്. അപ്പം റിക്വയർഡ് പ്ലാസ്റ്റിസിറ്റിയും ഹാർഡ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സ്, അതായത് വെള്ളം ആഡ് ചെയ്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടെമ്പറിങ്. അപ്പം പിന്നെ നമ്മൾ ബ്ലെൻഡിങ്ങും ടെമ്പറിങ്ങും മാറിപ്പോകരുത്. വെള്ളം ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ടെമ്പറിങ്. ഇനി ജസ്റ്റ് ഹാർമോണിയസ് മിക്സിംഗ് ഓഫ് ഇൻഗ്രീഡിയൻസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, ബ്ലെൻഡിങ് എന്ന് പറയും. സോ ടെമ്പറിങ് മീൻസ് നമ്മൾ വെള്ളം ആഡ് ചെയ്യും. വെള്ളം ആഡ് ചെയ്താലേ നമുക്ക് ഇത് മോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് റിക്വയർഡ് പ്ലാസ്റ്റിസിറ്റിയും ഹാർഡ്നെസ്സും കിട്ടാൻ വേണ്ടി വെള്ളം ആഡ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ടെമ്പറിങ്. ഇതാണ് ഇതിനകത്തുള്ള 6 പ്രോസസ്സുകൾ. ഓക്കെ, നമുക്ക് ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള 4 സ്റ്റെപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബ്രിക്ക് മാനുഫാക്ചറിങ് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. അതിനുശേഷം നമ്മൾ അതിനെ മോൾഡ് ചെയ്യും, പിന്നെ അത് ഡ്രൈ ചെയ്യും, പിന്നെ ബേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു ക്ലേയുടെ പ്രിപ്പറേഷൻ. ഓക്കെ, ഈ ക്ലേ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 6 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. എന്തൊക്കെയായിരുന്നു, നമ്മൾ ആദ്യം അത് എന്ത് ചെയ്യും, ആദ്യം നമ്മളത് അൺസോയിൽ ചെയ്യും. അതായത് ചെന്ന് ആ സൈറ്റിൽ പോയി കണ്ടതിന് ശേഷം അവിടുന്ന് ഒരു 20 സെൻറ്റിമീറ്റർ ടോപ്പ് ലെയർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. പിന്നെ താഴെ ഉള്ളത് കുഴിക്കും, ഡിഗ് ചെയ്യും, പിന്നെ അത് നമ്മൾ ക്ലീൻ ചെയ്യും, മാറ്റേഴ്സ് എല്ലാം എടുത്ത് കളയും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ക്ലീൻ ചെയ്തതിന് ശേഷം അത് നമ്മൾ അറ്റ്മോസ്ഫിയറിന് എക്സ്പോസറായിട്ട് ഇങ്ങനെ നിരത്തിയിടും. ഇതിന് ടു മേക്ക് ദ മോയ്സ്ചർ കണ്ടന്റ് യൂണിഫോം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് ഹാർമോണിയസ് മിക്സിങ് ചെയ്യും. അതിനാണ് നമ്മൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ ആഡ് ചെയ്യും. ആ വാട്ടർ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറഞ്ഞത്, ടെമ്പറിങ് എന്ന് പറഞ്ഞത്. അതിനായിരുന്നു നമ്മൾ ടെമ്പറിങ് എന്ന് പറഞ്ഞത്. റിക്വയർഡ് സ്ട്രെങ്ത്, ഹാർഡ്നെസ് കിട്ടാനും പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടർ ആഡ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ടെമ്പറിങ് എന്ന് പറയുന്നത്. ഈ ടെമ്പറിങ് തന്നെ 2 രീതിയിൽ ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് നീഡിങ്, സെക്കൻഡ് ആണ് പഗ്ഗിങ്,
എന്താണ്? ഒന്ന് നീഡിങ്ങും ഒന്ന് പഗ്ഗിങ്ങും. അതായത് വെള്ളം ഒഴിച്ച് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യുക. അപ്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നത് രണ്ട് രീതി ചെയ്യാം. ഒന്ന് നീഡിങ്ങും ഒന്ന് പഗ്ഗിങ്ങും. നീഡിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പണ്ടത്തെ ഒരു പരിപാടി എന്താ, ഇത് ചവിട്ടിക്കുഴയ്ക്കുന്ന ഒരു പരിപാടി. അതിനാണ് നമ്മൾ നീഡിങ് എന്ന് പറയുന്നത്. ചവിട്ടിക്കുഴയ്ക്കുന്ന ഒരു പരിപാടി, ചവിട്ടിക്കുഴയ്ക്കുന്നു, അതാണ് നമ്മുടെ നീഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ബൈ യൂസിങ് പഗ് മിൽ. നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ ചവിട്ടിക്കുഴയ്ക്കുന്നു എഴുതിയത്. ബൈ യൂസിങ് പഗ് മിൽ. പഗ് മില്ലിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കും. അതിനാണ് നമ്മൾ പഗ്ഗിങ് എന്ന് പറയുന്നത്. അതായത് പ്രോസസ് ഓഫ് ഗ്രൈൻഡിങ് ക്ലേ വിത്ത് വാട്ടർ ഇൻ പഗ് മിൽ. അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ പഗ്ഗിങ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ എടുത്തു പറയുവാണെങ്കിൽ നമ്മൾ അതിനെ പഗ്ഗിങ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ രണ്ട് രീതി ചെയ്യാം. ഒന്ന് നീഡിങ്, ഒന്ന് പഗ്ഗിങ്. ഇതാണ് ടെമ്പറിങ്ങിന്റെ രണ്ട് മെത്തേഡ്സ്. ആ പേര് മറന്നു പോകരുത്. നീഡി എന്ന് പറഞ്ഞാൽ എന്തോ ഇവിടെയും വെള്ളം ആഡ് ചെയ്യുക, പക്ഷെ ചവിട്ടി കുഴയ്ക്കുക. ഇവിടെ നമ്മളൊരു മെഷീൻ ഉപയോഗിക്കും. എന്താണ്? പഗ് മിൽ ഉപയോഗിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ക്ലിയർ ആയിട്ട് നല്ലൊരു മിക്സിങ് കിട്ടും. അതാണ് പഗ്ഗിങ്ങിന്റെ പ്രത്യേകത. അപ്പോൾ അതാണ് ടെമ്പറിങ്. ഇനി നെക്സ്റ്റ്, അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് അതിൻ്റെ സ്റ്റെപ്പിലോട്ട് പോവാം. അതിനെയാണ് നമ്മൾ മോൾഡിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആണ് മോൾഡിങ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പാണ് മോൾഡിങ്. മോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സാധനത്തിന് മോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ബ്രിക്കാണ് മോൾഡ് ചെയ്യുന്നത്. അതായത് ബ്രിക്കിന് അതിൻ്റെ ഡിസൈഡ് സൈസും ഷേപ്പും കൊടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് മോൾഡിങ്. പ്രോസസ് ഓഫ് ഗിവിങ് ഡിസൈഡ് സൈസ് ആൻഡ് ഷേപ്പ്. പ്രോസസ് ഓഫ് ഗിവിങ് ഡിസൈഡ് സൈസ് ആൻഡ് ഷേപ്പ്. ഡിസൈഡ് സൈസും ഷേപ്പും കൊടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മോൾഡിങ്. ഈ മോൾഡിങ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഓക്കെ, അതായത് ആദ്യം നിങ്ങളുടെ ചെറിയൊരു ഫ്ലോ ചാർട്ട് പോലെ ഒന്ന് എഴുതണേ. മോൾഡിങ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് ഒന്ന് നമുക്ക് കൈവച്ച് മോൾഡ് ചെയ്യാം. അങ്ങനെ കൈവച്ച് മോൾഡ് ചെയ്തെടുക്കാം, പണ്ട് കാലത്ത് ചെയ്യുന്ന പോലെ. അതായത് ഒന്ന് ഹാൻഡ് മോൾഡിങ്ങും രണ്ട് മെഷീൻ മോൾഡിങ്ങും. മെഷീൻ യൂസ് ചെയ്തും ചെയ്യാം. ഓക്കെ, ഒന്ന് കൈവച്ചും ചെയ്യാം, ഒന്ന് മെഷീൻ വെച്ചും ചെയ്യാം. ഈ കൈവച്ച് ചെയ്യുന്നത് രണ്ട് രീതിയിൽ ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? ഒന്ന് ഗ്രൗണ്ടിൽ വെച്ച് മോൾഡ് ചെയ്യാം, ഗ്രൗണ്ട് മോൾഡഡ്. അതായത് തറയിൽ ഇരുന്നുകൊണ്ട് തറയിൽ വെച്ച് മോൾഡ് ചെയ്യുന്നത്, അത് ഗ്രൗണ്ട് മോൾഡഡ്. അല്ലെങ്കിൽ ടേബിൾ മോൾഡഡ്. ഇതാണ് ടേബിൾ മോൾഡ്. അതായത് ടേബിളിന്റെ സൈസ് എന്ന് പറയുന്നത് 2x1 മീറ്റർ ഉള്ള ടേബിൾ. മറ്റേ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഗ്രൗണ്ടിലോട്ട് ഇരുന്ന് അവിടെ നമ്മൾ മോൾഡ് ഉപയോഗിച്ച് അവിടെ ഇരുന്ന് മോൾഡിങ് ചെയ്യുന്നതാണ് ഗ്രൗണ്ട് മോൾഡ്. അത് പക്ഷേ എല്ലാവർക്കും ലേബേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ അത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു ടേബിൾ എടുക്കും. ആ ടേബിളിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 2x1. അപ്പോൾ നമുക്ക് ആ ടേബിളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ടേബിളിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാൻ പറ്റും, മോൾഡ് ചെയ്യാൻ പറ്റും. അതാണ് ടേബിൾ മോൾഡ്. ഇനി ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേറെ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ വേറെ രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് ഒന്ന് സ്ലോപ്പ് മോൾഡഡ്. ഓക്കെ, രണ്ട് സാൻഡ് മോൾഡഡ്. സ്ലോപ്പ് മോൾഡഡ് ഉണ്ട്, സാൻഡ് മോൾഡഡ് ഉണ്ട്. ഈ രണ്ട് രീതിയിലും കൂടെ നമുക്ക് ചെയ്യാം. സ്ലോപ്പ് മോൾഡഡ് ഉണ്ട്, പിന്നെ സാൻഡ് മോൾഡഡ് ഉണ്ട്. ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗ്രൗണ്ട് മോൾഡും ടേബിൾ മോൾഡും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കി വെക്കാം. നമുക്കിത് ഓരോന്നായിട്ടൊന്ന് നോക്കാം, ബ്രീഫായിട്ട് നോക്കാം. അതായത് മോൾഡിങ്ങിൻ്റെ രണ്ട് രീതിയാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഹാൻഡ് മോൾഡിങ്, ഒന്ന് മെഷീൻ മോൾഡിങ്. ഓക്കെ, പിന്നെ മോൾഡിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്യും. എന്താണ്? വി വിൽ മേക്ക് ഡിപ്രഷൻ ഓഫ് 10 to 20 mm ഓൺ സർഫസ്. അല്ലേ? മേക്ക് ഡിപ്രഷൻസ് ഓഫ് 10 to 20 mm ഓൺ സർഫസ്. എന്താണിത്? അതായത് ഡിപ്രഷൻസ് ആർ മെയ്ഡ് ഓൺ ദ സർഫസ് അറൌണ്ട് 10 to 20 mm ഡെപ്ത്. 20 mm ഡെപ്ത്. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഫ്രോഗ് മാർക്ക്. അതിനെയാണ് നമ്മൾ ഫ്രോഗ് മാർക്ക് എന്ന് പറയുന്നത്.
ഫ്രോഗ് മാർക്ക് നമ്മൾ കണ്ടിട്ടില്ലേ? കട്ടയുടെ ഒക്കെ മേളിൽ ഇങ്ങനെ ഒരു ഡിപ്രഷനിൽ ഒരു അച്ചു പോലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അത് നമ്മൾ എഴുതുന്നത് അത് ഏത് കമ്പനിയാണോ മാനുഫാക്ചർ ചെയ്യുന്നത് ആ മാനുഫാക്ചർ ചെയ്ത കമ്പനിയുടെ പേരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു അച്ചു പോലെ കൊത്തി വെക്കുന്നത് ബ്രിക്കിന്റെ മേളിൽ. ഓക്കെ, അപ്പൊ അതിനെ പറയുന്ന ആ ഒരു 10 to 20 mm ഡിപ്രഷനാണ് അതിനുള്ളത്. ആ ഒരു മാർക്കിങ്ങിന് പറയുന്ന പേരാണ് ഫ്രോഗ് മാർക്ക്. നമ്മൾ എന്തിനാണ് ഈ ഫ്രോഗ് മാർക്ക് യൂസ് ചെയ്യുന്നത്? രണ്ട് കാര്യത്തിനാണ് ഈ ഫ്രോഗ് മാർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന്, ട്രേഡ് നെയിം ഓഫ് മാനുഫാക്ചർ കാണിക്കാൻ, അല്ലേ? ട്രേഡ് നെയിം ഓഫ് മാനുഫാക്ചർ കാണിക്കാനാണ് അത് ഒരെണ്ണം ഉപയോഗിക്കുന്നത്. ഓക്കെ, രണ്ട്, നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പം നമ്മൾ ഓരോ കട്ട ഇങ്ങനെ വെച്ചല്ലേ പോകും. നമ്മൾ നേരത്തെ അറിയാം, നമ്മളൊരു കട്ട വെക്കും, വീണ്ടും നമ്മൾ ഇവിടെ ഒരു കട്ട വെക്കും, വീണ്ടും ഒരു കട്ട വെക്കും, ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പം ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഈ ഇന്റർ സർഫസിൽ ഒരു കീ ഉണ്ടാവണം, അല്ലേ? അത് തമ്മിൽ ജോയിന്റ് ചെയ്തിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ഡിപ്രഷൻ വേണം, എന്നാലും അവർ തമ്മിൽ ഒരു കറക്റ്റ് ഒരു ജോയിന്റ് കിട്ടത്തുള്ളൂ. അപ്പം ആ ഒരു ജോയിന്റ് കിട്ടാൻ, ആ ഒരു മോർട്ടാർ തമ്മിലുള്ള ഒരു ജോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്രോഗ് മാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാത്? as a key for mortar, as a key for mortar, as a key for mortar when bricks are placed, when bricks are placed. ഓക്കെ, ഇതാണ് ഈ ഫ്രോഗ് മാർക്കിന്റെ രണ്ട് യൂസ്. എന്തൊരുപാട് പറയാനൊന്നുമില്ലല്ലോ. അപ്പം നമുക്കിനി മോൾഡിങ്ങിലോട്ട് പോവാം. മോൾഡിങ് രണ്ട് രീതിയിൽ ചെയ്യാം. മെയിനായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം? നമുക്ക് ഹാൻഡ് മോൾഡിങ്ങും ചെയ്യാം, മെഷീൻ മോൾഡിങ്ങും ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹാൻഡ് മോൾഡിങ്. എന്താ ഹാൻഡ് മോൾഡിങ് എന്ന് പറഞ്ഞാൽ? കൈവച്ച് മോൾഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ഹാൻഡ് മോൾഡിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡൺ മാനുവലി, നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുക, അല്ലേ? നമുക്ക് എന്തുണ്ടാവും? കയ്യിൽ മോൾഡ് ഉണ്ടാവും. ആ മോൾഡ്, അതായത് ഇപ്പം നമുക്ക് ബ്രിക്ക് ഉണ്ടാക്കണം. ബ്രിക്കിന് നമുക്കൊരു സൈസ് അറിയാം, 10x10x10. ബ്രിക്കിൻ്റെ സൈസൊക്കെ ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ, കാരണം നമ്മൾ ഓർഡറിൽ പറയാമെന്ന് വെച്ച് ബ്രിക്ക് മാനുഫാക്ചർ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ സൈസ് ഞാൻ പറയാം. അപ്പം നമുക്ക് ബ്രിക്കിന് ഒരു സൈസ് ഉണ്ടാവും 20x10x10. അപ്പം നമ്മൾ ആ ഷേപ്പിലുള്ളൊരു മോൾഡ് എടുക്കും, അല്ലേ? ആ മോൾഡിനകത്തോട്ട് നമ്മൾ ക്ലേ കുത്തി നിറച്ചതിന് ശേഷം നമ്മളത് ഫില്ല് ചെയ്യും. ഫുൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളതിനെ ഉണക്കി ഡ്രൈ എടുക്കുമ്പോൾ നമുക്ക് ഷേപ്പായിട്ട് കിട്ടും, ബ്രിക്കിൻ്റെ ഷേപ്പിൽ. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു മോൾഡ് വേണം, അല്ലേ? അപ്പം നമ്മൾ സ്റ്റീൽ ഓർ വുഡൻ മോൾഡ് ഉപയോഗിക്കും. ആ സ്റ്റീൽ ഓർ വുഡൻ മോൾഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8 to 12% മോർ ദാൻ ആക്ച്വൽ ബ്രിക്ക് സൈസ്. ബ്രിക്കിൻ്റെ ആക്ച്വൽ സൈസിനേക്കാളും 8 to 12% കൂടുതലായിരിക്കും നമ്മുടെ ആ മോൾഡിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ മോൾഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് യഥാർത്ഥ ബ്രിക്കിൻ്റെ സൈസിൽ നിന്നും 8 to 12% കൂടുതലായിരിക്കണം. ഓക്കെ, ഇതാണ് ഹാൻഡ് മോൾഡിങ്ങിൻ്റെ മെയിൻ രണ്ട് കാര്യങ്ങൾ. ഇനി ഈ ഹാൻഡ് മോൾഡിങ് നമുക്ക് എന്തൊക്കെ രീതി ചെയ്യാം? രണ്ട് രീതി ചെയ്യാം. ഹാൻഡ് മോൾഡിങ് രണ്ട് രീതി ചെയ്യാം. എങ്ങനെ? ഒന്ന്, ഗ്രൗണ്ട് മോൾഡ്, അല്ലേ? ഇതല്ല മെയിൻ. അത് ഒന്ന് ഗ്രൗണ്ട് മോൾഡ്, അല്ലേ? സെക്കൻഡ് എന്ന് പറയുന്നത് ടേബിൾ മോൾഡ്. ഒന്ന് ഗ്രൗണ്ട് മോൾഡും രണ്ട് ടേബിൾ മോൾഡും. ഈ ടേബിൾ മോൾഡൻ ഉപയോഗിക്കുന്ന ടേബിളിൻ്റെ സൈസാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2x1 മീറ്റർ ആണ് ടേബിളിൻ്റെ സൈസ്. അപ്പം ഗ്രൗണ്ട് മോൾഡടി നമ്മൾ എന്ത് ചെയ്യും? ഗ്രൗണ്ടിൽ വെച്ച് ഇതങ്ങ് ചെയ്യുക. അപ്പം ഡൺ ഓൺ ഗ്രൗണ്ട്, അതാണ് പിന്നെ ഗ്രൗണ്ട് മോൾഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ഡൺ ഓവർ എ ടേബിൾ. ഇപ്പോൾ ടേബിളിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ചെയ്യും. പിന്നെ ഇത് കമ്പാരിറ്റീവ്ലി ലെസ് ക്വാളിറ്റി ആയിരിക്കും. അല്ലേ? എന്താണ്? നമ്മൾ ഗ്രൗണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അത്ര വലിയ ക്വാളിറ്റി ഒന്നും കിട്ടത്തില്ല, കാരണം ഗ്രൗണ്ടിൽ ഒരുപാട് മണ്ണും പൊടിയൊക്കെ കാണും. പിന്നെ ലേബറേഴ്സിന് ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുകൊണ്ട് അവർക്ക് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ മോൾഡിൻ്റെ ഒക്കെ സൈസ് മോൾഡിൻ്റെ ഒക്കെ ഒരു സൈഡൊക്കെ അങ്ങോട്ടും വേണമെങ്കിൽ ഡിസ്റ്റോർട്ട് ആയി പോകും. അങ്ങനെ ഡിസ്റ്റോർട്ട് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിക്കിൻ്റെ സൈസ് മാറും. അപ്പം കമ്പാരിറ്റീവ്ലി ക്വാളിറ്റി കുറവായിരിക്കും. ഇത് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? ഗുഡ് ക്വാളിറ്റി ആയിരിക്കും. ഏതാ? ടേബിൾ മോൾഡഡ് എന്ന് പറഞ്ഞാൽ.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൗണ്ട് മോൾഡും ടേബിൾ മോൾഡും രണ്ട് രീതി ചെയ്യാം. ഗ്രൗണ്ട് മോൾഡിങ്ങും ടേബിൾ മോൾഡിങ്ങും രണ്ട് രീതി ചെയ്യാം. ഒന്ന് സ്ലോപ്പ് മോൾഡഡ്, സ്ലോപ്പ് മോൾഡിങ് അല്ലെങ്കിൽ സ്ലോപ്പ് മോൾഡഡ് ബ്രിക്സ്. രണ്ടെന്ന് പറഞ്ഞാൽ സാൻഡ് മോൾഡഡ്, സാൻഡ് മോൾഡഡും സ്ലോപ്പ് മോൾഡഡും. സ്ലോപ്പ് മോൾഡഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മെഷീൻ അല്ല ചെയ്യുന്നത്, നമ്മൾ മാനുവലി ചെയ്യുന്നതാണ്. അപ്പോൾ മാനുവലി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഒരു മോൾഡ് എടുത്തു, അല്ലെങ്കിൽ സ്റ്റീൽ അല്ലെങ്കിൽ വുഡൻ മോൾഡ് എടുത്തു. ആ വുഡൻ മോൾഡ് എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് എന്ത് ചെയ്യുന്നു, ഈ ക്ലേ ഫില്ല് ചെയ്തതിന് ശേഷം ഇത് ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിനെ തിരിച്ചെടുക്കണ്ടേ. അതായത് ഈ ഫില്ലായിട്ട് മോൾഡായിട്ടിരിക്കുന്ന ആ ബ്രിക്കിനെ നമുക്ക് എന്ത് ചെയ്യണം, മോൾഡ് ചെയ്ത് തിരിച്ചെടുക്കണം. അപ്പോൾ മോൾഡ് ചെയ്ത് തിരിച്ചെടുക്കുമ്പം അതിൻ്റെ ഈസി റിമൂവലിന് വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ച് മൈദ ഇങ്ങനെ സൈഡിൽ തൂവി കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആ ബ്രിക്കിനെ നമുക്ക് ആ മോൾഡിൽ നിന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മോൾഡ് ആദ്യം നമ്മൾ ഒന്നുകിൽ നമ്മൾ വെള്ളത്തിനകത്ത് ഇമ്മേഴ്സ് ചെയ്യും. ഓക്കെ, അതായത് മോൾഡ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ബിഫോർ ഫില്ലിങ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, മോൾഡ് ആദ്യമേ ഒന്ന് വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്യും ഫില്ല് ചെയ്യുന്നതിന് മുമ്പ്, ഈസി റിമൂവലിന് വേണ്ടിയിട്ട്. രണ്ട് സാൻഡ് മോൾഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, സാൻഡ് സ്പ്രിങ്കിൾ ചെയ്യും. അതായത് നമ്മുടെ മോൾഡിന്റെ സൈഡിലും അതിന് ടേബിളല്ല ഗ്രൗണ്ടിലെ ചെയ്യുന്നതെങ്കിൽ ആ അത്രയും ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സാൻഡ് ഇങ്ങനെ തൂവി കൊടുക്കും. എന്നിട്ട് നമ്മൾ മോൾഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം എന്താണ് സെക്കൻഡ്, സാൻഡ് ഈസ് sprinkled over the ground or table and on the sides of mold. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സാൻഡ് മോൾഡഡ്. സ്ലോപ്പ് മോൾഡറും ഉണ്ട്, സാൻഡ് മോൾഡറും ഉണ്ട്. ഓക്കെ, ഇതാണ് രണ്ട് ടൈപ്പുള്ള മോൾഡ്. ഇത് നമുക്ക് ടേബിളിലും ചെയ്യാം, പിന്നെ എവിടെ ചെയ്യാം, ഗ്രൗണ്ടിലും ചെയ്യാം. So this is hand molding. ഇനി സെക്കൻഡ് വൺ മെഷീൻ മോൾഡിങ്. അപ്പം നമ്മൾ ഇനി ടേബിൾ മോൾഡിങ്ങിനെ പറഞ്ഞല്ലോ, ടേബിൾ മോൾഡിങ്. നെക്സ്റ്റ് ഹാൻഡ് മോൾഡിങ്ങിനകത്ത് രണ്ടെണ്ണമാണ്, ഒന്ന് ഗ്രൗണ്ട് മോൾഡിങ്ങും ടേബിൾ മോൾഡിങ്ങും. അത് ഗ്രൗണ്ട് മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ വെച്ച് ചെയ്യുന്നതാണ് ഗ്രൗണ്ട് മോൾഡിങ്, ടേബിളിൽ വെച്ച് ചെയ്യുന്നത് ടേബിൾ മോൾഡിങ്. അപ്പോൾ ഒന്നും കൂടെ ടേബിൾ മോൾഡിങ്ങിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സോ അത് ഞാൻ ബി എന്ന് എഴുതുന്നു, ബി ടേബിൾ മോൾഡിങ്. ആ ടേബിൾ മോൾഡിങ് എന്ന് പറഞ്ഞാൽ ടേബിൾ മോൾഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ടേബിളിൻ്റെ മുകളിൽ വെച്ച് മോൾഡ് എടുത്ത് ടേബിളിൻ്റെ മുകളിൽ വെച്ച് ലേബറേഴ്സ് നിന്നുകൊണ്ട് വർക്ക് ചെയ്യും. അപ്പോൾ ആ ടേബിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2/1 മീറ്റർ. ഓക്കെ, ഇനി അവിടെ നമ്മൾക്ക് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സ് ആർ മോൾഡഡ് ഓൺ സ്റ്റോക്ക് ബോർഡ്സ്. ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോക്ക്, STOCK, സ്റ്റോക്ക് ബോർഡ്സ്. ആ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോക്ക് ബോർഡ്സ് nailed on the table. Stock boards nailed on the molding table. അതായത് ഞാൻ പറഞ്ഞുതരാം, പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ടേബിൾ ഉണ്ട്. ഓക്കെ, ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, ഇതൊരു ടേബിളാണെന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മുടെ ആ ടേബിൾ. ഈ ടേബിളിൻ്റെ മുകളിലൊരു ബോർഡുണ്ട്. അതിനെ നമ്മൾ സ്റ്റോക്ക് ബോർഡ് എന്ന് പറയും. ഇതിനെ നമ്മൾ സ്റ്റോക്ക് ബോർഡ് എന്ന് പറയും. ഈ സ്റ്റോക്ക് ബോർഡ് നെയിൽ ചെയ്തിരിക്കുകയാണ് ഇതിനകത്തോട്ട്, ഓക്കെ. ഈ സ്റ്റോക്ക് ബോർഡ് എന്ന് പറയുന്നത് ആ മോൾഡിൻ്റെ അത്രയും ഏകദേശം ഷേപ്പുള്ളൊരു സാധനമാണ് ഈ സ്റ്റോക്ക് ബോർഡ്. ഓക്കെ, ഈ സ്റ്റോക്ക് ബോർഡിനകത്ത് തന്നെ കുറച്ച് ഇംപ്രഷൻസ് കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ ആ ഫ്രോഗിന് വേണ്ടുന്ന ഡിപ്രഷനും കൂടെ നമ്മൾ എന്തി കൊടുക്കും, ഈ സ്റ്റോക്ക് ബോർഡിൽ കൊടുക്കും. സപ്പോസ് HHM അതാണ് കമ്പനിയുടെ പേരെങ്കിൽ എന്താണ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ മോൾഡ് ഉണ്ടാകും. അപ്പോൾ ആ സ്റ്റോക്ക് ബോർഡിനകത്തോട്ട് നമ്മൾ അതിൻ്റെ മുകളിലാണ് മോൾഡ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ മോൾഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഫില്ല് ചെയ്യും.
ഓക്കെ, അപ്പൊ അതായെന്ന് പറഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ആവത്തില്ല. അതാണ് ഞാൻ പറഞ്ഞ ടേബിൾ മോൾഡിങ്ങിന് സുപ്പീരിയർ ക്വാളിറ്റി കിട്ടുന്നു. കാരണം എന്താണ്, സ്റ്റോക്ക് ബോർഡ് നമ്മൾ നേരി ഇരിക്കുക, അതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഈ മോൾഡ്. ആ മോൾഡിനകത്ത് തന്നെ എന്തുണ്ട്, ആ മോൾഡിന് താഴെ എന്തുണ്ട്, ഈ ഫ്രോഗ് ഡിപ്രഷൻ നമ്മൾ ഇതിനകത്ത് തന്നെ ഈ സ്റ്റോക്ക് ബോർഡിനകത്ത് നെയിൽ ചെയ്ത് വെച്ചിരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തോട്ട് ക്ലേ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ അതായത് ഏറ്റവും ഇപ്പം നമുക്കറിയാം കോൺക്രീറ്റ് ആണെങ്കിലും എന്താണെങ്കിലും കാസ്റ്റിംഗ് ചെയ്യുന്നത് എങ്ങനെ, ടോപ്പ് സർഫസ് ആണ്. നമുക്ക് ടോപ്പ് സർഫസ് എന്ന് പറയുന്നതാണ് നമ്മൾ എവിടെ ഏറ്റവും ബോട്ടത്തിലുണ്ടാവുക. ടോപ്പ് സർഫസ് ആയിരിക്കും ഏറ്റവും ബോട്ടത്തിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഫില്ല് ചെയ്ത് മേളിൽ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡിപ്രഷൻ എന്തുണ്ടാവും, ആ ബ്രിക്കിന്റെ ആ ബാക്ക് സൈഡിൽ താഴത്തെ സൈഡിൽ സെറ്റ് ആയിട്ടിരിക്കും. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്ന ഇതങ്ങ് റിവേഴ്സ് ചെയ്യും. അതായത് റിവേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന് മേളിൽ നമ്മളൊരു ബോർഡ് വെക്കും, ഒരു തിൻ ബോർഡ് വെക്കും. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ബോർഡെങ്കിൽ ഇതാണ് നമ്മുടെ ആ ബോർഡ്. ഓക്കെ, ഇതാണ് ആ ബോർഡ്. ഇതിൻ്റെ മേളിൽ ഞാൻ ഒരു തിൻ സ്ട്രിപ്പ് ഓഫ് ബോർഡ് വെക്കും. അതിനാണ് പാലറ്റ് എന്ന് വിളിക്കും. പാലറ്റ് ഒരു ബോർഡ് ഇതിൻ്റെ മേളിൽ വെക്കും. അതായത് ഇതാണ് ഇതിൻ്റെ അണ്ടർ സർഫസ്. ഇപ്പം അണ്ടർ സർഫസിലാണ് HHM എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഇരിക്കുക. അപ്പം ഇത് സ്റ്റോക്ക് ബോർഡാണ്, ഓക്കെ, ഇത് സ്റ്റോക്ക് ബോർഡാണ്. അതിൻ്റെ മേളിലാണ് എന്തിരിക്കുന്നത്, നമ്മുടെ പിന്നെ മോൾഡ് ഇരിക്കുന്നത്. ആ മോൾഡിൻ്റെ മേളിൽ ഞാൻ ഇപ്പോൾ ഒരു ബോർഡ് വെച്ച് പല്ലറ്റ് എന്ന് പറയുന്നൊരു ബോർഡ് വെച്ചു. പല്ലറ്റ് ഒരു തിൻ ബോർഡാണ്. ഇനി എന്നിട്ട് ഞാൻ ഇതിനെങ്ങ് റിവേഴ്സ് ചെയ്യും. ഇതാണ് പ്രോസസ്സ്. ഓക്കെ, ഇതാണ് ആ പ്രോസസ്സ്. അപ്പോൾ സ്റ്റോക്ക് ബോർഡും പാലറ്റ് ബോർഡും മനസ്സിലായി. സ്റ്റോക്ക് ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിനകത്ത് തന്നെ നെയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് സ്റ്റോക്ക് ബോർഡ്. ഓക്കെ, എന്നിട്ട് അതിനകത്താണ് മോൾഡും ആ ഡിപ്രഷൻസും ഉള്ളത്. എന്നിട്ട് നമ്മൾ മോൾഡിനകത്തോട്ട് ഫില്ല് ചെയ്ത് ഇങ്ങനെ വരും. അതിനുശേഷം അതിൻ്റെ മേളിൽ നമ്മളൊരു പലറ്റ് എന്നൊരു ബോർഡ് വെക്കും. ആ ബോർഡിനെ വിളിക്കുന്ന പേരാണ് പലറ്റ്, PLLET. എന്നിട്ട് ഈ പലറ്റ് ബോർഡ് വെച്ചതിന് ശേഷം ഇത് നേരെ അങ്ങ് റിവേഴ്സ് ചെയ്യും. ഞാൻ പറഞ്ഞതാണ്, ഒന്നുകൂടെ പറയാം. നമുക്ക് ആദ്യം ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡിൻ്റെ മേളിലോട്ട് നമ്മൾ ആദ്യം ഈ മോൾഡ് വെച്ചു. ഇപ്പോൾ താഴെയാണ് എൻ്റെ ടേബിളിൻ്റെ മേളിൽ നമ്മൾ ഈ മോൾഡ് വെക്കുന്നുണ്ട്. അപ്പോൾ ടേബിളിൻ്റെ മേളിൽ തന്നെ നമ്മൾ സ്റ്റോക്ക് ബോർഡും വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്ക് ബോർഡിനകത്താണ് ഇംപ്രഷൻസ് ഉള്ളത്. അതിൻ്റെ മേളിൽ ഞാൻ ഈ മോൾഡ് എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനകത്തോട്ട് ക്ലേ ഫില്ല് ചെയ്ത് അപ്പോൾ സ്റ്റോക്ക് ബോർഡ് താഴെ ഉണ്ട്, അതിൻ്റെ മേളിൽ മോൾഡ് ഉണ്ട്. മോൾഡിനകത്ത് ഞാൻ ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ഇതിന് മേളിൽ ഒരു തിൻ ബോർഡ് വെക്കും. തിൻ ബോർഡ്, അതിനാണ് പല്ലറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ബോർഡ് ഞാനങ്ങ് റിവേഴ്സ് ചെയ്യും. അപ്പം എന്തായി, നമ്മുടെ ഡൗൺ സർഫസ് അങ്ങ് മേളി വന്നു. അതായത് ആ ഫ്രോഗ് മാർക്കുള്ളത് മേളി വന്നു. ഓക്കെ, ഇതാണ് ആ പ്രോസസ്സ് നടക്കുന്നത് ഈ ടേബിൾ മോൾഡിനകത്ത്. ഞാൻ ഇത്രയും പറഞ്ഞതൊന്നുമില്ല, ഈ രണ്ട് പേരൊന്ന് കേൾക്കാനാ. ഒന്ന് സ്റ്റോക്ക് ബോർഡും ഒന്ന് പല്ലറ്റ് ബോർഡും. ഓക്കെ, അപ്പം ബ്രിക്സ് ആർ മോൾഡ് ഓൺ സ്റ്റോക്ക് ബോർഡ്സ് നെയിൽഡ് ഓൺ ദ മോൾഡിംഗ് ടേബിൾ. നെയിൽഡ് മീൻസ് അതിനകത്തോട്ട് ഇങ്ങനെ നെയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്ത് പറയാം, stock boards have projections forming frog. Stock boards are having projections forming in the frog. Projections forming frog. Frog, അതായത് ആ ഫ്രോഗ് എന്ന് പറയുന്ന പ്രൊജക്ഷൻ ഇതിനകത്തുണ്ട്, സ്റ്റോക്ക് ബോർഡിനകത്തുണ്ട്. ദെൻ നെക്സ്റ്റ് ക്ലേ ഈസ് ഫിൽഡ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ക്ലേ ഫില്ല് ചെയ്യും. ക്ലേ ഈസ് ഫിൽഡ് ആൻഡ് എ തിൻ ബോർഡ് called pallet is placed over the mold. ഇത്രേ ഉള്ളൂ. അപ്പം എന്താണ് ഞാൻ ആദ്യം പറഞ്ഞത്, ബ്രിക്സ് സ്റ്റോക്ക് ബോർഡിനകത്ത് നമ്മൾ സ്റ്റോക്ക് ബോർഡ് എന്ന് പറയുന്നത് ടേബിളിനകത്ത് നമ്മൾ നെയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് തന്നെ ഡിപ്രഷൻസ് ഉണ്ട്, ഫ്രോഗ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ മോൾഡിനകത്തോട്ട് ക്ലേ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിൽ നമ്മളൊരു പലറ്റ് എന്ന് പറയുന്നൊരു മോൾഡ് വെക്കും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതങ്ങ് റിവേഴ്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ എഴുതാം, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mold is then reversed. Mold containing clay is then lifted from stock board. And ഇൻവേർട്ടഡ് നമ്മളൊന്ന് തിരിച്ചു വെക്കും സ്മാർട്ട്ലി. അതായത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം.
അതായത് നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതങ്ങ് സ്മാർട്ട്ലി ഇൻവേർട്ട് ചെയ്യും. സോ ദാറ്റ് മോൾഡ് ഈസ് നൗ റെസ്റ്റ് ഓൺ പാലറ്റ്. ഇപ്പം അതെന്താ റിവേഴ്സ് ചെയ്തപ്പം പാലറ്റിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് എന്ത് എഴുതാം? മോൾഡ് ഈസ് റിമൂവ്ഡ് ആൻഡ് ക്യാരിഡ് ഫോർ ഡ്രൈയിങ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ക്യാരിഡ് ഫോർ ഡ്രൈയിങ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് ഡ്രൈയിങ്ങിലോട്ട് ക്യാരി കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് എന്ത് നമ്മുടെ ടേബിൾ മോൾഡിങ്ങിൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ ടേബിൾ മോൾഡിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? സ്റ്റോക്ക് ബോർഡ്സ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പലതവണ. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രൊസീജിയർ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്തിന് ഇതെല്ലാം ഇങ്ങനെ പറയുന്നത്. കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ടാണ്. സ്റ്റോക്ക് ബോർഡും പാലറ്റും അത് പലരും ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങളാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തതും പഠിച്ചതും. അപ്പം സ്റ്റോക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ടേബിൾ മോൾഡ് ചെയ്യുമ്പോൾ അതിന് മേളിൽ വെക്കുന്ന ഒരു ബോർഡാണ് സ്റ്റോക്ക് ബോർഡ്. അതിൻ്റെ മേളിൽ മോൾഡ് വെച്ചിട്ട് നമ്മളതിനകത്ത് ക്ലേ ഫില്ല് ചെയ്തതിന് ശേഷം അതിന് മേളിൽ പാലറ്റ് വെച്ചിട്ട് നമ്മളതിനെ ഇൻവേർട്ട് ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ടേബിൾ മോൾഡിങ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് മെഷീൻ മോൾഡിങ് എന്ന് നോക്കാം. മെഷീൻ മോൾഡിങ്, അതായത് മെഷീൻ യൂസ് ചെയ്ത് മോൾഡ് ചെയ്യുന്നതിനാണ് നമ്മൾ മെഷീൻ മോൾഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെഷീൻ മോൾഡിങ് തന്നെ രണ്ടെണ്ണം ഉണ്ട്. രണ്ട് മെഷീൻ ഉണ്ട്. ഒന്ന് പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ, രണ്ട് ഡ്രൈ ക്ലേ മെഷീൻ. ഒന്ന് പ്ലാസ്റ്റിക് ക്ലേ മെഷീനും ഉണ്ട്, രണ്ട് ഡ്രൈ ക്ലേ മെഷീനും ഉണ്ട്. ഓക്കെ, ഈ പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇറ്റ് കണ്ടെയ്ൻസ് റെക്ടാങ്കുലർ ഓപ്പണിങ്സ്. റെക്ടാങ്കുലർ ഓപ്പണിങ്സ് ഉണ്ട് ഇതിനകത്ത്. നോട്ടൊന്ന് എഴുതിയാൽ മതി. ഇറ്റ് കണ്ടെയ്ൻസ് റെക്ടാങ്കുലർ ഓപ്പണിങ്സ് ആൻഡ് rectangular strips of tampered clay coming out through these openings are cut by. അവിടെ നിൽക്കട്ടെ. അതായത് നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ ഉണ്ട്, ഡ്രൈ ക്ലേ മെഷീൻ ഉണ്ട്. രണ്ട് ടൈപ്പ് മെഷീനാണുള്ളത്. അതിനകത്ത് ഈ പ്ലാസ്റ്റിക് ക്ലേ മെഷീൻസിൽ നമുക്ക് റെക്ടാങ്കുലർ ഓപ്പണിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റെക്ടാങ്കുലർ ഓപ്പണിങ്സ് ഉണ്ടായതുകൊണ്ട് നമ്മൾ മെഷീനല്ലേ ഇത് മോൾഡ് ചെയ്യുന്നത്, നമ്മളല്ല മോൾഡ് ചെയ്യുന്നത്. ഹാൻഡ് മോൾഡിംഗ് അല്ല, മെഷീൻ മോൾഡിംഗ് ആണ്. അപ്പോൾ റെക്ടാങ്കുലർ ഓപ്പണിങ്സിലൂടെ എന്ത് ചെയ്യും? ആ റെക്ടാങ്കുലർ ഓപ്പണിങ്സിലൂടെ ഒരു സ്ട്രിപ്പായിട്ട് ഇങ്ങനെ ആ ക്ലേ ഇങ്ങനെ ഇറങ്ങി വരും. ഓക്കെ, മോൾഡ് ചെയ്ത് ക്ലേ ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരുന്ന ക്ലേയെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ രീതിയിൽ സ്ട്രിപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങി വരിക. ഒരു മെഷീനുണ്ട്. ആ മെഷീനിൽ ഇതുപോലെ സ്ട്രിപ്പായിട്ട് ഇങ്ങനെ ക്ലേ ഇറങ്ങി വരുവാണെങ്കിൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പോൾ 20 സെൻറ്റിമീറ്റർ അല്ല ലെങ്ത്. അപ്പോൾ നമ്മൾ അവിടെ വെച്ചൊരു വയർ വെച്ച് കട്ട് ചെയ്യും. വയർ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വിടും. അതായത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു വയർ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വിടും. അതുകൊണ്ട് നമ്മൾ ഇതിന് വയർ കട്ട് ബ്രിക്സ് എന്ന് പറയും. സോ ഇറ്റ് ഈസ് കട്ട് ബൈ വയേഴ്സ്. അപ്പം വയർ കട്ട് ബ്രിക്ക് വരുന്നത് ഏത് മെഷീനാണ്? വയർ കട്ട് ബ്രിക്സ് ആർ പ്രൊവൈഡഡ് ബൈ പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ. ഇതാണ് എൻ്റെ പോയിന്റ്. പ്ലാസ്റ്റിക് ക്ലേ മെഷീൻസ് ആണ് എന്ത് തരുന്നത്? വയർ കട്ട് ബ്രിക്ക് തരുന്നത്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. നമുക്ക് മെഷീനുണ്ട്, മെഷീന് റെക്ടാങ്കുലർ ഓപ്പണിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഈ പറഞ്ഞതുപോലെ ഓരോ പരിപാടിയെല്ലാം നടന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും? ഇതിന് സ്ട്രിപ്സ് ഓഫ് ക്ലേ ഇങ്ങനെ ഇറങ്ങി വരും. ആ സ്ട്രിപ്സ് ഓഫ് ക്ലേ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിസൈഡ് ലെങ്ത് ഇപ്പോൾ 20 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യണമെങ്കിൽ 20 സെൻറ്റിമീറ്റർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. 20 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യും, 20 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യും, 20 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യാം? കറക്റ്റ് ലെങ്തിൽ ആ വയർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കറക്റ്റ് ലെങ്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ വയർ കട്ട് ബ്രിക്ക് എന്ന് പറയുന്നത്. അത് പ്ലാസ്റ്റിക് ക്ലേ മെഷീൻസിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇനി സെക്കൻഡ് വൺ ഡ്രൈ ക്ലേ മെഷീൻസ്. ഡൺ ബൈ മെഷീൻസിനകത്ത് രണ്ടാമത്തത് ഡ്രൈ ക്ലേ മെഷീൻസ്. എന്തായിരിക്കും അങ്ങനെ ഒരു പേര്? അപ്പം നിങ്ങൾക്ക് രണ്ട്
പേരിലും മറന്നു പോകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഡ്രൈ ക്ലേ മെഷീൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഡ്രൈ എന്നൊരു വാക്കുണ്ട്. അതായത് ഞാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലെൻഡിങ്ങും ഉണ്ട്, ടെമ്പറിങ്ങും ഉണ്ട്. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഹാർമോണിയസ് മിക്സിംഗ് ഓഫ് ഇൻഗ്രീഡിയൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, റിക്വയർഡ് ക്വാണ്ടിറ്റി ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് നമ്മൾ അതിനെ മിക്സ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്, ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ബ്ലെൻഡിങ്ങിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ ആഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെമ്പറിങ് എന്ന് പറയുന്നത്. ഈ ഡ്രൈ ക്ലേ മെഷീൻസിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഡ്രൈ എന്നൊരു വാക്കുണ്ട്. അതായത് നമ്മൾ ഡ്രൈ മെറ്റീരിയൽ ആണ് മെഷീനിലോട്ട് ഇടുന്നത്, അതായത് വെറ്റാക്കത്തില്ല, വിച്ച് മീൻസ് ടെമ്പറിങ് ചെയ്യില്ല. ബ്ലെൻഡിങ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങോട്ട് എന്ത് കൊടുക്കും, ആ ഡ്രൈ ആയിട്ടുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിന് ഡ്രൈ ക്ലേ മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു വരി എഴുതാം, ഇറ്റ്. പിന്നെ ഇത് നമുക്ക് ആദ്യം ഒരു കാര്യം പറയാം, ഇത് ടൈം സേവിങ് മെഷീനാണ്. ടൈം സേവിങ് മെഷീൻ ഞാൻ 2 പോയിന്റ് എഴുതി വെക്കാം. ഒന്ന്, നമ്മൾ ഡ്രൈ ക്ലേ മെഷീനെ പറ്റിയാണ് പറയുന്നത്. ഡ്രൈ ക്ലേ മെഷീൻ, ഓക്കെ, ഇതൊരു ടൈം സേവിങ് മെഷീനാണ്. ടൈം സേവിങ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തുകൊണ്ടാണ് ടൈം സേവിങ് ആവുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ടെമ്പറിങ് ഒരു പ്രോസസ്സ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെഷീനിലോട്ട് എടുക്കും. മെഷീൻ തന്നെ എന്ത് ചെയ്തോളും, ടെമ്പർ ചെയ്തോളും, വെള്ളം ആഡ് ചെയ്ത് അത് ടെമ്പർ ചെയ്തെടുത്തോളും. അതായത് ബ്ലെൻഡഡ് ക്ലേ ഈസ് പുട്ട് into these machines without എന്ത്, ടെമ്പറിങ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രൈ ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ എങ്ങോട്ട് കൊടുക്കും, മെഷീനിലോട്ട് കൊടുക്കും. ഡ്രൈ മെറ്റീരിയൽസിനെ മെഷീനിലോട്ട് കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡ്രൈ ക്ലേ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യാണ്, ടെമ്പറിങ് ഈസ് ഡൺ ബൈ മെഷീൻ അല്ലേ. ടെമ്പറിങ് ഈസ് ഡൺ ബൈ മെഷീൻ. ഇത്രയാണ് ഇതിൻ്റെ ഒരു പോയിന്റ്. അതിനുശേഷം നെക്സ്റ്റ്, ആഫ്റ്റർ ഒബ്റ്റൈനിങ് റിക്വയർഡ് സ്റ്റിഫ്നെസ് കിട്ടിയതിന് ശേഷം ക്ലേ ഈസ് പ്ലേസ്ഡ് ഓൺ മോൾഡ്. ഇതെല്ലാം അതിൽ നടക്കുന്ന കാര്യമാണ്, മെഷീൻ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പ്രസ്ഡ് ഓൺ മോൾഡ് ആൻഡ് പ്രസ്ഡ് ഹാർഡ്. ഒരു ഹാർഡ് പ്രസ്സിങ് അവിടെ നടക്കും. അതായത് മോൾഡ് അങ്ങോട്ടേക്ക് ഇടുന്നു, പ്രസ് ചെയ്യുന്നു. അതായത് അപ്പം എന്ത് ചെയ്യും, നല്ല രീതിയിൽ കട്ട് ചെയ്യും. മറ്റേ നമ്മൾ എന്ത് ഫില്ല് ചെയ്ത് ടാമ്പ് ചെയ്തല്ലേ കയറി വരുന്നത്. ഇവിടെ അങ്ങനല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിക്വയർഡ് എത്ര എമൗണ്ട് ആണോ ക്ലേ എടുത്ത് ആ മോൾഡിനകത്തോട്ട് ഇട്ടതിന് ശേഷം പ്രസ് ചെയ്യുകയാണ്, ഹാർഡ് പ്രസ്സിങ് ചെയ്യും. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ വരി ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഹാർഡ് പ്രസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ബ്രിക്കിന് പറയുന്ന പേരാണ് പ്രസ്ഡ് ബ്രിക്ക്. അപ്പോൾ പ്രസ്ഡ് ബ്രിക്ക് നമുക്ക് ഏത് മെഷീനിൽ നിന്നാണ് കിട്ടുന്നത്, ഇത് പഴയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രസ്ഡ് ബ്രിക്ക് കിട്ടുന്നത് ഡ്രൈ ക്ലേ മെഷീനിൽ നിന്നാണ്. പിന്നെ അതുപോലെ വയർ കട്ട് ബ്രിക്ക് കിട്ടുന്നത് പ്ലാസ്റ്റിക് ക്ലേ മെഷീൻസിലാണ്. ഇതാണ് നമ്മുടെ മോൾഡിങ്ങിനകത്ത് പറയാനുള്ള 2 കാര്യങ്ങൾ. ഇനി നമുക്ക് ബേണിങ്ങും ഉണ്ട്, ഡ്രൈയിങ്ങും ഉണ്ട്. ഓക്കെ.